നമ്മൾ മോഡ്യൂൾ 2 കടക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്താ മദർ ബോർഡിന്റെ ഓർഗനൈസേഷൻ ആണ് ഇതിന്റെ പഠിക്കേണ്ടത്. അപ്പൊ ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, അതായത് പെരിഫറൽ ഡിവൈസ് ആണ് പഠിച്ചത്. നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ എന്ത് പഠിക്കും? കമ്പ്യൂട്ടറിനകത്തുള്ള മദർ ബോർഡും അല്ലെ. അപ്പൊ അതിനകത്ത് എന്താ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്? കുറെ സാധനങ്ങൾ, പ്രോസസർ പ്ലേസ് ചെയ്യണം അല്ലെ, മെമ്മറി പ്ലേസ് ചെയ്യണം, പിന്നെ എന്തെങ്കിലും ആഡ് ഓൺ കാർഡ്സ്, ഗ്രാഫിക്സ് കാർഡ് ഒക്കെ വേണമെങ്കിൽ അതെന്ത് ചെയ്യാം, നമുക്ക് പ്ലേസ് ചെയ്യാം. അപ്പൊ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലെ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ പഠിക്കും. നമ്മൾ ഇത്രയാണ് എന്താ കമ്പ്യൂട്ടറിന് പുറത്തുള്ള കാര്യങ്ങളാ അല്ല, ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട്, കീബോർഡ്, മൗസ്, പ്രിന്റർ, സ്കാനർ ഒക്കെ എന്ത് ചെയ്തു, പഠിച്ചു. അപ്പൊ മദർ ബോർഡിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സ്ലൈഡ് വന്നില്ലേ? അപ്പൊ ഇതാണ് നിങ്ങളുടെ കമ്പ്യൂട്ടർ അല്ലെ. അഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അഴിച്ച് ഇതുപോലെ ഉണ്ടാവുക അല്ല. അപ്പൊ ഈ കാണുന്നത് നിങ്ങളെ പവർ സപ്ലൈ അല്ലെങ്കിലോ SMBS. അപ്പൊ നിങ്ങൾ 230 വോൾട്ട് ഇവിടെ കൊടുക്കും. SMBS അതിന് എന്ത് ചെയ്യും, 12 വോൾട്ടും 5 വോൾട്ടും 3.3 വോൾട്ട് ഒക്കെ ആക്കിയിട്ട് കമ്പ്യൂട്ടറിലേക്ക് വയറുകൾ ഉണ്ടാകും. വയർ വഴി നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. പിന്നെ ഇതാണ് അതിന്റെ എന്താ മദർ ബോർഡ്. അപ്പൊ ഈ ബോർഡിലാണ് എല്ലാ കമ്പ്യൂട്ടറിന്റെ കോമ്പോണൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇതാണ് ഈ ഫാൻ ഉണ്ടാവുക. ഈ ഭാഗമാണ് എന്ത്, പ്രോസസർ. ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, പ്ലേസ് ചെയ്യും. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, മെമ്മറി എന്ത് ചെയ്യുന്നത്, ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എത്ര GB ആണ് മെമ്മറി വേണ്ടത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ മെമ്മറി വാങ്ങിച്ചു കഴിഞ്ഞാൽ മെമ്മറി എന്ത് ചെയ്യും, അതിനകത്ത് ഇൻസേർട്ട് ചെയ്യാം. പിന്നെ ഈ കാണുന്നതാണ് എന്ത്, PCI സ്ലോട്ട്. അപ്പൊ നിങ്ങൾക്ക് സൗണ്ട് കാർഡ് ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ PCI സ്ലോട്ടിൽ ഇൻസേർട്ട് ചെയ്യാം. പിന്നെ പെർഫോമൻസ് കുറച്ച് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വാങ്ങിച്ച് ഇടാം, ഗ്രാഫിക്സ് കാർഡ് അല്ലെ. ഇത് ഈ കാണുന്നതാണ് എന്ത്, ഗ്രാഫിക്സ് അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്, PNYയുടെ എന്താ ഗ്രാഫിക്സ് കാർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻസേർട്ട് ചെയ്യാനുള്ള സ്ലോട്ടാണ് എന്ത്, ഈ കാണുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു പാർട്ടാണ് എന്ത് ചെയ്യാൻ പഠിക്കാനുള്ളത്, മദർ ബോർഡും മദർ ബോർഡിൽ കണക്ട് ചെയ്യുന്ന പ്രോസസർ, മെമ്മറിനെ പറ്റി പഠിക്കാനുണ്ട്, ഗ്രാഫിക്സ് കാർഡിനെ പറ്റി പഠിക്കാനുണ്ട്. ഈ മദർ ബോർഡിനകത്ത് പ്രോസസർ അല്ലാതെ വേറെ കുറെ ചിപ്പ് ICs എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. ആ ICകളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. അപ്പൊ അത് നമുക്ക് മദർ ബോർഡിലേക്ക് പോവാം. അപ്പൊ ഇതാണ് എന്ത്, മദർ ബോർഡ് അല്ലെ. ഒരു ATX ഫോം ഫാക്ടറുള്ള ഒരു മദർ ബോർഡാണ് ഈ കാണുന്നത്. അപ്പൊ നിങ്ങൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വെള്ള പോർഷൻ കണ്ട, ഇതാണ് എന്ത്, CPU സ്ലോട്ട്. ഇതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോസസർ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സോക്കറ്റിനെ വിളിക്കുന്ന പേര് ഗ്രിഡ് അറയാണ് വിളിക്കുക, മനസ്സിലായോ? അപ്പൊ ഇതിലിപ്പോ ഒരു 1000 എന്തുണ്ടാവും, പിൻസ് ഉണ്ടാവും. അപ്പൊ ഈ പിന്നിന് ഓരോ സ്റ്റാൻഡേർഡ് ഉണ്ട്. നമ്മൾ DualIn9 പാക്കേജിൽ 8 പിൻ അല്ലെ, 14 പിൻ എന്നൊക്കെ പറയുന്നത് പോലെ ഈ പിൻ നമ്പർ ഓഫ് പിൻസിന്റെ അലൈൻമെന്റിൽ എന്തുണ്ടാവും, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ മദർ ബോർഡ് വാങ്ങിക്കുമ്പോൾ എന്ത് നോക്കണം, ഈ മദർ ബോർഡിന്റെ ഈ പ്രോസസറിന്റെ സ്ലോട്ടിൽ പോകുന്ന പ്രോസസർ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് Pentium i3യുടെ ഒരു പ്രോസസർ വാങ്ങിച്ചിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ആ i3 ആ മോഡൽ പ്രോസസർ, i3 തന്നെ പല മോഡൽ വരുന്നുണ്ടാവും. ആ ഒരു പിൻ കോൺഫിഗറേഷനുള്ള IC ഈ സ്ലോട്ടിൽ ഇടാൻ പറ്റുന്ന അതേ മദർ ബോർഡ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, വാങ്ങിക്കേണ്ടി വരും. അപ്പൊ മാർക്കറ്റിൽ ഒരുപാട് മദർ ബോർഡ്സ് അവൈലബിൾ ആണ്. അപ്പൊ i3യുടെ ആ പ്രത്യേക പിൻ കോൺഫിഗറേഷനിൽ മാച്ച് ആവുന്ന മദർ ബോർഡ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, വാങ്ങിക്കേണ്ടി വരും. അപ്പൊ അതാണ് എന്ത് ചെയ്യുക, ആ പ്രോസസർ നമ്മൾ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റ് സിങ്കും ഫാനും എല്ലാം എന്ത് ചെയ്യാം, ഇതിനകത്ത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇനി ഈ കാണുന്നതാണ് മദർ ബോർഡിന്റെ എന്താ പോർട്സ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, പ്രിന്ററും സ്കാനർ, ഹെഡ്ഫോൺ ഒക്കെ പാട്ട് കേൾക്കേണ്ടി വരും, പ്രിന്റർ കണക്ട് ചെയ്യേണ്ടി വരും, മൗസ് കണക്ട് ചെയ്യണം. അപ്പൊ അതെല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിന്റെ പിൻവശത്ത് കാണുന്ന പോർട്സ് ആണെന്ത്, ഈ കാണുന്നത്. അപ്പൊ ഇതാണ് നിങ്ങൾ എന്ത്, സ്പീക്കറും മൈക്രോഫോണും ഒക്കെ കണക്ട് ചെയ്യേണ്ട പോർട്ട്. ഇതാണ് USB. ഈ കാണുന്നതാണ് LAN പോർട്ട്. ഇതുവഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെറ്റ്വർക്കിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്റർനെറ്റ് കണക്ട് ചെയ്യുന്നത്. ഇനി ഇതാണ് എന്ത്, നിങ്ങളുടെ VGA പോർട്ട് അല്ലെ. അപ്പൊ ഇത് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, മോണിറ്റർ കണക്ട് ചെയ്യുന്നത്. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ സെൻട്രോണിക്സ് ഇല്ല, സെൻട്രോണിക്സ് പോർട്ടാണ്. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റർ കണക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് എന്ത്, കമ്പ്യൂട്ടറിന്റെ പോർട്സ്. പിന്നെ നമുക്കറിയാം കമ്പ്യൂട്ടർ അല്ല എത്രയോ കാലം ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ അതിൽ സമയം ചിലപ്പോൾ മാറുന്ന കാണുന്നുണ്ട് നിങ്ങൾ അല്ലെ. ഇപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞ് പിന്നെ ഓൺ ചെയ്യുമ്പോഴും നമ്മൾ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്ത ടൈം എന്ത് ചെയ്യില്ല, മാറില്ല. അപ്പൊ ഇതിനകത്തൊരു ക്ലോക്ക് ഉണ്ടാവും, അത് വർക്ക് ചെയ്യാൻ എന്ത് വേണം, ഒരു ബാറ്ററിയും വേണം. അപ്പൊ അതാണ് എന്ത്, CMOS ബാറ്ററി. ഈ ബാറ്ററിയാണ്. കുറച്ച് കഴിയുമ്പോൾ സമയം ചിലപ്പോൾ തെറ്റിപ്പോ, ഓൺ ചെയ്യുമ്പോൾ പഴയ ഏതെങ്കിലും ഡേറ്റും ടൈമും കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഈ ബാറ്ററി വീക്ക് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റി വേറൊരു ബാറ്ററി ഇടേണ്ടി വരും. ഇനി പ്രോസസറിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ബോർഡിനകത്ത് വേറെ രണ്ട് മെയിൻ ആയിട്ടുള്ള ICs ഉണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്, നോർത്ത് ബ്രിഡ്ജും പിന്നെയോ സൗത്ത് ബ്രിഡ്ജും. ഈ ഹീറ്റ് സിങ്കുള്ള IC ആണെന്ത്, നോർത്ത് ബ്രിഡ്ജ്. പിന്നെ ഹീറ്റ് സിങ്ക് ഇല്ലാത്ത ഈ IC ആണെന്ത്,
സൗത്ത് ബ്രിഡ്ജ്. അപ്പൊ നിങ്ങൾ ഗെയിം എല്ലാം കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രാഫിക്സിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സൗത്ത് ബ്രിഡ്ജ് ആണ്. അപ്പൊ ഈ മദർ ബോർഡിന്റെ കൂടെ തരുന്ന സൗത്ത് ബ്രിഡ്ജ് അത്ര വലിയ പെർഫോമൻസ് ഉണ്ടാവില്ല, സോറി നോർത്ത് ബ്രിഡ്ജ്. അപ്പോൾ ചിലപ്പോൾ ഗെയിം എല്ലാം കളിക്കുമ്പോൾ ഗെയിം എല്ലാം സ്റ്റക്ക് ആവുന്നുണ്ടാവും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അത്രയും പെർഫോമൻസ് ഉള്ള നോർത്ത് ബ്രിഡ്ജ് അല്ല ആരുടെ കൂടെ തന്നിട്ടുള്ളത്? മദർ ബോർഡിന്റെ കൂടെ തന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് വാങ്ങിക്കും? ഒരു ഗ്രാഫിക്സ് കാർഡ് അല്ലെ, വില കൂടിയ ഗ്രാഫിക്സ് കാർഡ് 8000 രൂപയിലെ 10,000 രൂപയുടെ ഗ്രാഫിക്സ് കാർഡ് വാങ്ങിച്ചിട്ട് നമ്മൾ ഈ AGP സ്ലോട്ട് കണ്ടാ ഈ സ്ലോട്ടിൽ ഇൻസേർട്ട് ചെയ്യും. ഈ സ്ലോട്ടിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇത്ര നാൾ നിങ്ങൾ മോണിറ്റർ കണക്ട് ചെയ്ത് ഇവിടെയല്ലേ, അപ്പൊ മോണിറ്ററിലേക്ക് വരുന്ന സിഗ്നൽ ഈ നോർത്ത് ബ്രിഡ്ജ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? മോണിറ്ററിലേക്ക് സിഗ്നൽ പോകുന്നത്. ഇനി ഗ്രാഫിക്സ് കാർഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ നോർത്ത് ബ്രിഡ്ജ് ഡിസേബിൾഡ് ആവും. മനസ്സിലായി? ഇനി നിങ്ങൾ ഈ ഗ്രാഫിക്സ് കാർഡിന്റെ കൂടെ എന്തുണ്ടാവും? മോണിറ്റർ കണക്ട് ചെയ്യേണ്ട ഒരു പോർട്ട് ഉണ്ടാവും. അതുവഴിയാണ് നിങ്ങൾ എന്ത് ചെയ്യുക? മോണിറ്റർ കണക്ട് ചെയ്യുക. അപ്പോൾ ഇത് ഡിസേബിൾഡ് ആയി. ഇനി ആരാ വർക്ക് ചെയ്യുക? ഗ്രാഫിക്സ് കാർഡിനകത്തുള്ള നോർത്ത് ബ്രിഡ്ജ് ആണ് എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ അതിന്റെ GPU എന്ന് വിളിക്കും, ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നുണ്ടാവുക? വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഈ നോർത്ത് ബ്രിഡ്ജിൽ നിന്നാണ് എവിടത്തേക്ക് സിഗ്നൽ പോവുക? സൗത്ത് ബ്രിഡ്ജിൽ അല്ലേ? ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ വേറൊരു IC ഉണ്ട്. ഈ രണ്ട് IC ആണ് ഈ പ്രോസസർ, മെയിൻ പ്രോസസറിനെ എന്ത് ചെയ്യുന്നത്? സഹായിക്കുന്നത്. പക്ഷെ ഈ IC നമുക്ക് മാറ്റി ഇഷ്ടമുള്ള ഇടാൻ പറ്റില്ല. ഇത് മദർ ബോർഡിന്റെ കൂടെ തന്നെ തരുന്ന IC ആണ്. അപ്പൊ ഇത് മദർ ബോർഡിന്റെ കൂടെ വാങ്ങിക്കുമ്പോൾ അവർ പറയും ഇന്നേ നോർത്ത് ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ടുള്ളത്, ഇന്നേ സൗത്ത് ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മാറ്റി വേറെ വെക്കാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? പിന്നെ വരുന്ന എന്താ? IDE കണക്ടർ. ഇതാണ് നിങ്ങളെ ഹാർഡ് ഡിസ്കും CD ഡ്രൈവെല്ലാം കണക്ട് ചെയ്യുന്ന IDE കണക്ടർ ആണെന്ത്? ഇവിടെ പാരലൽ ബസ് ആണെന്ത് ഈ കാണുന്നത്. ഇനി ഇവിടെ നീല കളറിലെ നീല സ്ലോട്ട് കണ്ട നിങ്ങളുള്ള, ഇവിടെയാണ് നിങ്ങൾ എന്ത് കണക്ട് ചെയ്യുക? മെമ്മറി, DRAM മെമ്മറി എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. അപ്പൊ രണ്ട് സ്ലോട്ട് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? രണ്ട് മെമ്മറി എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ കമ്പനി മാക്സിമം കപ്പാസിറ്റി പറയും. മാക്സിമം കപ്പാസിറ്റി 16 GB ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? രണ്ട് 8 GB മെമ്മറി ഇട്ട് കഴിഞ്ഞാൽ 16 GB മെമ്മറി അല്ലെ റാമിൽ എന്ത് ചെയ്യും? ഈ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യും. ഇനി പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒരു 4 GB റാം മാത്രം വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. അപ്പൊ മെമ്മറി ഇൻസേർട്ട് ചെയ്യേണ്ട സ്ലോട്ട് ആണെന്ത്? ഈ ആണ്. അപ്പൊ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടി. എന്തൊക്കെ ഐഡിയ? ഇതാണ് പ്രോസസർ ഇൻസേർട്ട് ചെയ്യുന്ന സ്ലോട്ട്. ഇത് കമ്പ്യൂട്ടറിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് രണ്ട് IC ആണെന്ത്? നോർത്ത് ബ്രിഡ്ജും സൗത്ത് ബ്രിഡ്ജും. ഹീറ്റ് സിംഗിളാണ് നോർത്ത് ബ്രിഡ്ജ്, ഹീറ്റ് സിംഗിളാണെന്ത്? സൗത്ത് ബ്രിഡ്ജ്. ഇതാണ് അതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് കണക്ടേഴ്സ്. ഇതാണെന്ത്? CMOS ബാറ്ററി. പിന്നെ സൗണ്ട് കാർഡ്, ഗ്രാഫിക്സ് കാർഡ്, സോറി സൗണ്ട് കാർഡും TV ട്യൂണർ കാർഡൊക്കെ ഇൻസേർട്ട് ചെയ്യാനുള്ള സ്ലോട്ട് ആണെന്ത്? PCI സ്ലോട്ട്. ഇത് സ്ലോ ആണ്, അത്ര വലിയ പെർഫോമൻസ് തരില്ല. ഇനി ഗ്രാഫിക്സ് കാർഡ് കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ AGP സ്ലോട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഗ്രാഫിക്സ് കാർഡ് ഇൻസേർട്ട് ചെയ്യുക. നമ്മളെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ എന്ത് വേണം? മെമ്മറി വേണ്ടേ? അപ്പൊ മെമ്മറി കണക്ട് ചെയ്യുന്ന സ്ലോട്ട് ആണെന്ത്? ഈ മെമ്മറി സ്ലോട്ട്. ഇനി ഹാർഡ് ഡിസ്കും പിന്നെ CD ഡ്രൈവ് ഒക്കെ കണക്ട് ചെയ്യാനുള്ള സ്ലോട്ട് ആണെന്ത്? ഈ IDE സ്ലോട്ട്. അപ്പൊ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഒരു വയർ വരും. ആ വയർ എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്? നിങ്ങൾ കേബിള് ബസ് എവിടെയാണ് കണക്ട് ചെയ്യുക? ഈ IDE സ്ലോട്ടിലാണ് എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. അപ്പൊ ഇതാണെന്ത്? ഒരു മദർ ബോർഡിന്റെ ഏകദേശം ഒരു ഐഡിയ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫോം ഫാക്ടർ അല്ലെ, ഡിഫറെന്റ് ഫോം ഫാക്ടേഴ്സ്. അപ്പൊ ഫോം ഫാക്ടർ എന്താ? അപ്പൊ നമുക്കറിയാം പണ്ട് കാലത്ത് കമ്പ്യൂട്ടർ നല്ല വലിപ്പം ഉണ്ടായിരുന്നു അല്ല. ഇപ്പോഴിപ്പോഴും കാലം കഴിയുന്നതോറും കമ്പ്യൂട്ടർ കുറച്ചുകൂടെ ചെറുതായി വരിക. അപ്പൊ പണ്ട് കാലത്ത് കമ്പ്യൂട്ടറിന് വലിപ്പം കൂടാൻ കാരണം എന്താ? അന്ന് യൂസ് ചെയ്ത മദർ ബോർഡ് എന്ന് പറഞ്ഞാൽ വലിയ മദർ ബോർഡാണ്. ഇപ്പോഴെന്ത് ചെയ്യും? ടെക്നോളജി അഡ്വാൻസ് ആയി വരുന്നതനുസരിച്ച് മദർ ബോർഡിന്റെ സൈസും എന്ത് ചെയ്തു? കുറഞ്ഞു വന്നു. അപ്പൊ ഈ മദർ ബോർഡിന്റെ ഈ സൈസും അതിന്റെ പവർ സപ്ലൈ കണക്ടർ, പിന്നെ അതിൽ സ്ക്രൂ ചെയ്യാനാണ്. കാരണം ഈ മദർ ബോർഡ് നമ്മൾ എവിടെ പിടിപ്പിക്കണം? കമ്പ്യൂട്ടറിന്റെ പെട്ടിയില്ല, അതിന് ക്യാബിനറ്റ് എന്ന് വിളിക്കും. ആ ക്യാബിനറ്റ് നമ്മൾ എന്ത് ചെയ്യും? മദർ ബോർഡ് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയും ചെയ്യാം. അപ്പൊ സ്ക്രൂവിന് കമ്പനി അവിടെ ഹോൾ ഡ്രിൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അവിടെ നിങ്ങളുടെ മദർ ബോർഡ് വെച്ച് സ്ക്രൂ എന്ത് ചെയ്യും? മുറുക്കും. അപ്പോൾ അതിൽ കുഴപ്പമെന്ന് വെച്ചാൽ പല കമ്പനി പല ടൈപ്പ് മദർ ബോർഡ് ഇറക്കുന്നു അല്ല. അപ്പൊ എന്താ സംഭവിക്കുക? ചിലപ്പോൾ സൈസ് എന്ത് ചെയ്യില്ല, മാച്ച് ആവില്ല. അപ്പൊ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഏത് കമ്പനി മദർ ബോർഡ് ഇറക്കി കഴിഞ്ഞാലും അതിന്റെ സൈസ് എല്ലാം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതായത് ഒരു ടൈപ്പ് മദർ ബോർഡ് ആണെങ്കിൽ മനസ്സിലായി. അപ്പൊ ഒരു ഫോം ഫാക്ടറിലെ മദർ ബോർഡ്, ഇപ്പൊ ATX എന്ന് പറഞ്ഞൊരു ഫോം ഫാക്ടർ പേരാണ് ATX. അപ്പൊ ഏത് കമ്പനി ATX മദർ ബോർഡ് ഇറക്കി കഴിഞ്ഞാലും എന്തായിരിക്കണം? അത് പിടിപ്പിക്കാനുള്ള ആ ഹോളും പിന്നെ പവർ സപ്ലൈ കണക്ടർ, പ്രോസസർ എവിടെയാ വെക്കുന്നത്, പ്രോസസറിന്റെ അലൈൻമെന്റ്, മെമ്മറി സ്ലോട്ടിന്റെ അലൈൻമെന്റ്, അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? മാറാൻ പാടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കമ്പനി മാറുന്നതനുസരിച്ച് അതിനുള്ള ICs അല്ല, ക്വാളിറ്റി കൂടിയ IC നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? അതൊക്കെ ചെയ്യാം. പക്ഷെ ആ മദർ ബോർഡിന്റെ ഓവറോൾ സൈസും അതിന്റെ മൗണ്ടിങ് ഹോള് പിന്നെ ആ പ്രോസസറും മെമ്മറി ഒക്കെ പ്ലേസ് ചെയ്യേണ്ട സ്ലോട്ട്, അതിന്റെ പൊസിഷൻ എന്ത് ചെയ്യാൻ പാടില്ല? മാറാൻ പാടില്ല. ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് എന്ത്?
ഫോം ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫോം ഫാക്ടർ എന്താ? ഈസ് ദി സ്പെസിഫിക്കേഷൻ ഓഫ് എ മദർ ബോർഡ്. അതെന്തല്ല സ്പെസിഫിക്കേഷൻ? അതിന്റെ ഡയമെൻഷൻ, പിന്നെ പവർ സപ്ലൈന്റെ ടൈപ്പ്, പിന്നെ ലൊക്കേഷൻ ഓഫ് മൗണ്ടിങ് ഹോൾസ്. അതായത് മദർ ബോർഡിൽ എന്തുണ്ടാവും? ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ടാവും. ആ ഹോളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്ക്രൂ ചെയ്തിട്ട് ഈ ക്യാബിനറ്റ് ആയിട്ട് പിടിപ്പിക്കുന്നത്. ആ ഹോളിന്റെ പൊസിഷൻ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല? മാറാൻ പാടില്ല. പിന്നെ നമ്പർ ഓഫ് പോർട്സ് ഓൺ ദി ബാക്ക് പാനൽ. ബാക്ക് പാനലിലെ പോർട്ടിന്റെ എണ്ണവും ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് എന്ത്? ഫോം ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് പല ഫോം ഫാക്ടർ. അപ്പൊ പണ്ട് കാലത്ത് ഉപയോഗിച്ച ഫോം ഫാക്ടർ എന്ന് വിളിക്കുന്ന പേരെന്താ? ഫുൾ 80. അപ്പൊ ഫുൾ 80യുടെ ഒരുപാട് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? മദർ ബോർഡ് ഇറക്കുന്നുണ്ട്. അപ്പൊ ഏത് കമ്പനി ഇറക്കി കഴിഞ്ഞാലും ഈ സൈസ് കണ്ടോ നിങ്ങൾ? ഇതിന്റെ നീളവും വീതിയും അല്ലെ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. പിന്നെ ഇത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ടാവും കമ്പനി. അത് ഏത് കമ്പനി ആയി കഴിഞ്ഞാൽ ആ ഹോളിന്റെ പൊസിഷൻ എന്ത് ചെയ്യാൻ പാടില്ല? മാറാൻ പാടില്ല. മാറിയാലേ കുഴപ്പം എന്താ? കാരണം ക്യാബിനറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ആയിരിക്കും. അവരെ അതിന് കണക്കായിട്ടാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക? ഹോൾ ഇട്ടിട്ടുണ്ടാവുക. അപ്പൊ ഏത് കമ്പനിയുടെ മദർ ബോർഡ് ആണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റണം? ആ ക്യാബിനറ്റിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റണം. ക്ലിയർ? അതുകൊണ്ട് ഏത് കമ്പനി മദർ ബോർഡ് ഇറക്കി കഴിഞ്ഞാലും, ഏത് ഫുൾ 80 മദർ ബോർഡ് ഇറക്കി കഴിഞ്ഞാലും അതിന്റെ മൗണ്ടിങ് ഹോളിന്റെ പൊസിഷൻ എന്ത് ചെയ്യാൻ പാടില്ല? മാറാൻ പാടില്ല. പിന്നെ ഈ പ്രോസസറിന്റെ സ്ലോട്ടിന്റെ ഇവിടെ ഇല്ല പ്രോസസർ സ്ലോട്ട്. കമ്പനി എ ഇതിറക്കി, കമ്പനി ബി വേറൊരു 80 മദർ ബോർഡ് ഇറക്കി. അപ്പൊ അങ്ങനെയാണെങ്കിലും അതിന്റെ പ്രോസസറിന്റെ പൊസിഷൻ എന്ത് ചെയ്യാൻ പാടില്ല? മാറാൻ പാടില്ല. അല്ല, PCI സ്ലോട്ടിന്റെ മെമ്മറി സ്ലോട്ടിന്റെ പൊസിഷൻ ഒന്നും ചെയ്യാൻ പാടില്ല, ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇതാണ് ആദ്യകാലം ഇറങ്ങിയ ഫുൾ 80. ഇപ്പൊ ഫുൾ 80ക്ക് കുറെ കുഴപ്പമുള്ളത് കൊണ്ട് പിന്നെന്തിറക്കി? ബേബി 80 ഇറക്കി. പിന്നെന്തിറക്കി? ATX ഇറക്കി. ATX നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഫുൾ 80യും ബേബി 80യും ഒരുപോലെയാണ് അലൈൻമെന്റ്. കണ്ട, റാമിന്റെ അലൈൻമെന്റ്, പ്രോസസറിന്റെ അലൈൻമെന്റ് എല്ലാം എന്താണ്? സെയിം ആണ്. പക്ഷെ സൈസ് കുറച്ചും കൂടെ ചെറുതാണ് എന്ത്? ബേബി 80. ഇനി ATX ഇറക്കി. ATX ഇതിൽ കുറെ കുഴപ്പമുള്ളത് കൊണ്ടാണ് എന്തിറക്കിയത് കുറച്ച് കഴിയുമ്പോൾ ATX. ATX നോക്കിയിട്ട് നിങ്ങൾ വ്യത്യാസം, ഈ മദർ ബോർഡ് നേരെ തിരിച്ചു വെച്ചതാണെന്ത്? ATX. അതിന്റെ പൊസിഷൻ എല്ലാം മാറിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? പിന്നെന്താ? LTX ഇറക്കി. അങ്ങനെ ഒരുപാട് ഫോം ഫാക്ടർ കാലം കഴിയുന്നവർ മൈക്രോ 80 ഉണ്ട്, ബേബി ഉണ്ട്, പിന്നെ മിനി 80 ഉണ്ട്, പൈക്കോ 80 ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫോം ഫാക്ടേഴ്സ് പിന്നെ കാലം കഴിയുന്നതിന് എന്ത് ചെയ്തു? ഇറങ്ങി. അപ്പൊ ആദ്യം ഉണ്ടായ ഫോം ഫാക്ടർ ആണ് എന്ത്? ഫുൾ 80 മദർ ബോർഡ്. അപ്പൊ ഇതിന്റെ സൈസ് എന്തായിരുന്നു? വളരെ വലുതായിരുന്നു. അതുകൊണ്ടാണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ബേബി 80 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി അല്ലെ? ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഡയമെൻഷനും അല്ലെ, ഇതിന്റെ ഹോളിന്റെ അലൈൻമെന്റ്, ഇപ്പൊ പ്രോസസറിന്റെ അലൈൻമെന്റ്, ഇതെല്ലാം സ്പെസിഫൈ ചെയ്യുന്നതാണ് എന്ത്? ഫോം ഫാക്ടർ. അപ്പൊ ഡിഫറെന്റ് കമ്പനീസ് ഇറക്കി കഴിഞ്ഞാൽ ഒരു ഫോം ഫാക്ടറുള്ള മദർ ബോർഡ് ആണെങ്കിൽ അതിന്റെ കാണാൻ എന്ത്? ഒരുപോലെ ആയിരിക്കണം. അതിന്റെ സൈസും കാര്യങ്ങളും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇനി നമുക്ക് ആദ്യം ഇറക്കിയ മദർ ബോർഡിലേക്ക് പോവാം. സ്ലൈഡ് വന്നില്ല? ഇതാണ് ഫുൾ. അപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ, ഭയങ്കര വലിപ്പമുണ്ട് അല്ലെ? ഒരുപാട് IC ഉണ്ട്. ഇതിനകത്ത് നോക്കിയാൽ പോർട്ട് നോക്കിയട്ടെ അല്ലെ? ഇത് ആകെ ഒരു പോർട്ടേ ഉള്ളൂ. പണ്ട് കാലത്ത് മൗസ് ഒന്നും ഇറങ്ങിയിട്ടില്ല. അപ്പൊ എന്താ? കീബോർഡ് കണക്ട് ചെയ്യാനുള്ള ഒരൊറ്റ പോർട്ടേ ഇതിനകത്തുള്ളൂ അല്ലെ? ഭയങ്കര എന്താണ്? വലിപ്പവും അല്ലെ? അപ്പൊ ഇതാണ് എന്ത്? ആദ്യ കാലത്ത് ഇറങ്ങിയ പഴയ കമ്പ്യൂട്ടറിന്റെ എന്ത്? മദർ ബോർഡ്. ഇതിന്റെ ഈ ഡയമെൻഷനും ഈ ഏത് കമ്പനി ഇറക്കിയാലും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ഇതാണ് എന്ത്? ഫുൾ 80 മദർ ബോർഡ്. ഇനി നമുക്ക് നോക്കി ഇതിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്. അപ്പോൾ 80യുടെ ഫുൾ ഫോം എന്താ? അഡ്വാൻസ്ഡ് ടെക്നോളജി ആണ് എന്ത്? 80യുടെ ഫുൾ ഫോം. പിന്നെ എന്താ? ഓൾഡസ്റ്റ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ഫോം ഫാക്ടർ. ഏറ്റവും പഴയതും ഏറ്റവും വലിയ സൈസുള്ള മദർ ബോർഡ് ആണ് എന്ത്? 80 മദർ ബോർഡ്. ഇനി അതാരെ ഡെവലപ്പ് ചെയ്തത്? IBM ആണ് അല്ല, ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ട്? പേഴ്സണൽ കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട്. ഇനി ഏത് പ്രോസസർ അവർ ഇറക്കിയത്? ഇന്റൽ 80286. നമ്മൾ പഠിക്കും കുറെ ടൈപ്പ് പ്രോസസർ. ഇത് പഴയ കാലത്ത് ഇപ്പൊ ഒന്നും ഇല്ല ഇത് അല്ലെ? 286 പ്രോസസറിന്റെ മെഷീനിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഈ ഒരു ഫോം ഫാക്ടർ. ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്, എന്താ? ഫുൾ 80. ഇനി ഇതിന്റെ മാക്സിമം സൈസ് എത്രയാ? 12x11 അല്ലെങ്കിലോ 13 ഇഞ്ചാണ് എന്ത്? ഈ മദർ ബോർഡിന്റെ സൈസ്. അപ്പൊ ഏകദേശം 12x12 ഇഞ്ചിന്റെ സ്ക്വയർ ടൈപ്പ് മദർ ബോർഡാണ് എന്ത്? ഇത് ക്യാരി ലാർജ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ എക്സ്പാൻഷൻ സ്ലോട്ട്സ്. നിങ്ങൾ നേരത്തെ മുന്നേ കണ്ട ഡയഗ്രാം ഓർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കാണാൻ പറ്റും ഒരുപാട് എന്തുണ്ട്? സ്ലോട്ട്സ് ഉണ്ട്. മനസ്സിലാക്കുക? ഒരുപാട് കാർഡ് ഇൻസേർട്ട് ചെയ്യേണ്ട സ്ലോട്ട് അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒറ്റ കണക്ടറേ ഉള്ളൂ. ഏതാ? കീബോർഡ് കണക്ടർ മാത്രം അതിനകത്ത്
അവൈലബിൾ ആയിട്ടുള്ളൂ. വേറെ പോർട്ടും എന്ത് ചെയ്യില്ല അതിനകത്തില്ല. പിന്നെന്താ പ്രശ്നം, ഇത് വളരെ സൈസ് കൂടിയതായതുകൊണ്ട് കമ്പ്യൂട്ടർ എന്തായിരിക്കും, വലിയ കമ്പ്യൂട്ടർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് സൈസ് കുറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, ബേബി 80 എന്ന് പറഞ്ഞ മദർ ബോർഡ് എന്ത് ചെയ്തു, ഫോം ഫാക്ടർ എന്ത് ചെയ്തു, IBM ഡെവലപ്പ് ചെയ്തു. അപ്പൊ നമ്മൾ അടുത്ത ഏതായാലും പോകുന്നത് ബേബി 80. നിങ്ങൾ ഇതിന്റെ സൈസും ഇതെല്ലാം പഠിച്ചു വെക്കണം കേട്ടോ. പോയിന്റ്സ് എക്സാമിന് ചോദിക്കും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോം ഫാക്ടേഴ്സ്. ഇതാണ് ബേബി 80 എന്ന് പറയുന്ന മദർ ബോർഡ് അല്ലെ. അപ്പൊ അതിനേക്കാളും എന്തായിരിക്കും സൈസ് വളരെ വളരെ എന്തായിരിക്കും, ചെറുതായിരിക്കും. അപ്പൊ ഓർമ്മയില്ലേ 12 × 11 to 13 ഇഞ്ചാണ് എന്ത് അതിന്റെ സൈസ്. അതിനേക്കാളും കുറവായിരിക്കും ഇവിടെ വരുന്നത്. ഇതാണത് ബേബി 80 മദർ ബോർഡ്. ഇവിടെ കാണാൻ പറ്റും താഴെ വെച്ചിരിക്കുന്നത് എന്താ 80 മദർ ബോർഡാണ്, അതിന്റെ മേലെ വെച്ചിരിക്കുന്നതോ ബേബി 80. അപ്പൊ നിങ്ങൾ നോക്കിയട്ടെ സൈസ് കണ്ട ഒരുപാട് എന്ത് ചെയ്തു, ചെറുതായി അല്ലെ. ഏകദേശം പകുതി സൈസ് എന്തിനു വരുന്നുള്ളൂ ഏരിയ നോക്കുവാണെങ്കിൽ അല്ലെ. അപ്പൊ ചെറിയ മദർ ബോർഡാണ് എന്ത് ബേബി 80. അപ്പൊ പിന്നെ കാണുന്നത് 80 ആണ്, അതിന്റെ മേലെ വെച്ചിരിക്കുന്നതോ ബേബി 80. അപ്പൊ ബേബി 80 എന്താ സക്സസർ ടു 80 മദർ ബോർഡ്. 80 മദർ ബോർഡിന്റെ പിൻഗാമിയായിട്ട് ഇറങ്ങിയതാണ് എന്ത് ബേബി 80 മദർ ബോർഡ്. പിന്നെ ഫംഗ്ഷനലി ഈക്വാലന്റ് ടു 80. അതായത് 80 മദർ ബോർഡിന് അതേ ഫംഗ്ഷൻസ് ആണ്, പക്ഷെ സൈസിൽ മാത്രമേ എന്തുള്ളൂ വ്യത്യാസം. ഇറ്റ് ബിക്കംസ് പോപ്പുലർ ഡ്യൂ ടു ഇറ്റ് സിഗ്നിഫിക്കന്റ്ലി സ്മോളർ സൈസ്. എത്രയാണ് വരുന്നത്, മറ്റേത് 12 ഇഞ്ച് × 12 ആണ്, ഇതോ 8.5 × 10 to 13 ഇഞ്ച് എന്ത് വരുന്നുള്ളൂ ഇതിന്റെ സൈസ് വരുന്നുള്ളൂ. ഇതിന്റെ ഗുണം എന്താ, മോസ്റ്റ് ഓഫ് ദി ബോഡീസ് ഈസിലി ആക്സസിബിൾ ഫോർ അപ്ഗ്രേഡ്സ് ആൻഡ് എക്സ്പാൻഷൻ. അപ്പൊ അതില് പോർട്ടൽ നമുക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റും, കൈകൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഇത് ക്യാബിനറ്റിൽ പിടിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് എന്ത് ചെയ്യുക, കാർഡ് അതിനകത്ത് ഇൻസേർട്ട് ചെയ്യുക, അഴിക്കുക അല്ലെ, ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലെ. എല്ലാ പോർട്ടും എന്ത് ചെയ്യും പെട്ടെന്ന് ആക്സസിബിൾ ആണ്. പിന്നെ CPU ലൊക്കേഷൻ ഇതാണ്. വിത്ത് പ്രോസസർ ആൻഡ് ദി ഹീറ്റ് സിങ്ക് ഇൻ പ്ലേസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫിറ്റ് എ ലോങ് എക്സ്പാൻഷൻ കാർഡ് ഇൻ ടു വൺ ഓഫ് ദി എക്സ്പാൻഷൻ സ്ലോട്ട്സ്. അതാണ് ഇതിന്റെ കുഴപ്പം. ഇപ്പൊ CPU പ്രോസസറും പിടിപ്പിക്കാതെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യില്ലല്ലോ. കമ്പ്യൂട്ടറിൽ നിങ്ങൾ എല്ലാം എന്ത് ചെയ്തു, അസംബിൾ ചെയ്തു, കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് എനിക്ക് തോന്നി എന്താ നല്ലൊരു സൗണ്ട് കാർഡ് വാങ്ങിച്ചിരുന്നു. നിങ്ങൾ കടയിൽ പോയി സൗണ്ട് കാർഡ് വാങ്ങിച്ചു, ഇനിയാണ് പണി കിട്ടും. എന്താ ആ സൗണ്ട് കാർഡ് കുറച്ച് സൈസ് ഉള്ള വലിപ്പമുള്ള സൗണ്ട് കാർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പോർട്ടിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇടാൻ പറ്റില്ല. എന്തുകൊണ്ട്, അത് പോയിട്ട് എവിടെ മുട്ടും, പ്രോസസറിന്റെ ഹീറ്റ് സിങ്ക് നല്ല വലിപ്പം ഉണ്ടല്ലേ, അപ്പൊ ഹീറ്റ് സിങ്ക് പോയിട്ട് ഇടിക്കും അത്. അപ്പൊ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനകത്ത് ഇടാൻ പറ്റില്ല. അത് വലിയ എന്താ എക്സ്പാൻഷൻ കാർഡ്സ് ഒന്നും ഈ ബേബി 80 മദർ ബോർഡിനകത്ത് എന്ത് ചെയ്യാൻ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ആദ്യം കമ്പനിക്ക് അറിയില്ല, കാരണം അന്നൊന്നും കാർഡ് ഇറങ്ങിയില്ല. കാർഡ് വേറെ ഏതെങ്കിലും കമ്പനി ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പൊ കമ്പനി വലിയ വലിയ കാർഡെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ എന്ത് പ്രശ്നം വന്നു, ആള് പൈസയും കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ മദർ ബോർഡിനകത്ത് ഇടാൻ പറ്റുന്നില്ല. പ്രോസസറിലെല്ലാം പോയിട്ട് എന്ത് ചെയ്യും, ഈ കാർഡ് പോയിട്ട് ഇടിക്കും. അതുകൊണ്ട് ബേബി 80 എന്താ നമുക്ക് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല, എന്ത് ചെയ്യണം, അത് മാറ്റണം അല്ല. അപ്പൊ അങ്ങനെയാണ് അടുത്ത ഏത് വന്നത്, ATX മദർ ബോർഡ് വന്നത്. അപ്പൊ അതിന്റെ ഫുൾ ഫോം എന്താ, അഡ്വാൻസ്ഡ് ടെക്നോളജി. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ എക്സ്റ്റെൻഡഡ് അല്ലെ. അപ്പൊ അതിനെ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്ത സാധനം, ബേബി 80നെ മോഡിഫൈ ചെയ്തതാണ് എന്ത് ATX മദർ ബോർഡ്. അപ്പൊ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് മിക്കവാറും എന്താ ATX മിനി ATX ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇതാണ് ATX മദർ ബോർഡിന്റെ ഡയഗ്രാം. അപ്പൊ ഇതിലെന്താ സംഭവിച്ചാൽ കാർഡെല്ലാം എന്ത് ചെയ്യുന്നത് പൊസിഷൻ മാറ്റിക്കളഞ്ഞു. ഈ കോർണറിലാണ് എന്ത് വെച്ചേ, എക്സ്പാൻഷൻ സ്ലോട്ട് വെച്ചത്. നിങ്ങൾ നോക്കിയിട്ട് പ്രോസസർ ഐഡിയ ഉള്ള ഇങ്ങേ അറ്റത്താവുള്ളൂ. അപ്പൊ എന്താ സംഭവിക്കുക, നിങ്ങൾക്ക് ഇവിടെ വലിയ ഗ്രാഫിക്സ് എല്ലാം എന്താ എക്സ്പാൻഷൻ കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മുട്ടൂല, പ്രോസസറിൽ പോയി മുട്ടില്ല. കാരണം ഈ പ്രോസസറിന്റെ മേലെ നമ്മൾ വലിയൊരു ഹീറ്റ് സിങ്ക് കൂടെ വെക്കും. ഇത് വെച്ചിട്ടില്ല കേട്ടാ, ഹീറ്റ് സിങ്ക് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സൈസ് അവിടെ നിൽക്കും. പക്ഷെ നമ്മളുടെ സ്ലോട്ട് ഇവിടെയല്ലേ ഉള്ളത്, അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യില്ല, പ്രോസസറുമായിട്ട് എന്ത് ചെയ്യില്ല, വലിയ കാർഡ് ഇൻസേർട്ട് ചെയ്താലും ഇവിടെ പോയിട്ട് മുട്ടൂല. അപ്പൊ അതിന്റെ പൊസിഷൻ കംപ്ലീറ്റ് മാറ്റിയിട്ട് ഇറക്കിയതാണ് എന്ത്, അതായത് സ്ലോട്ടിന്റെയും പ്രോസസറിന്റെ അലൈൻമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഇറക്കിയതാണ് ATX മദർ ബോർഡ്. ഫുൾ ഫോം എന്താ, അഡ്വാൻസ്ഡ് ടെക്നോളജി എക്സ്റ്റെൻഡഡ്. അപ്പോഴേ ഇറങ്ങിയത് നോക്കിയിട്ട് അത്ര അധികം ഒന്നും ആയില്ല. 1995 ഇന്റലാണ് എന്ത് ചെയ്തത് ഡിസൈൻ ചെയ്തത്. ആസ് ഓഫ് 2007 ഇറ്റ്
It is the most popular form factor in for commodity motherboards. അപ്പം വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന നമ്മളെ മദർബോർഡിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഫോം ഫാക്ടർ ആണ് ഇത് ATX അല്ലെ. അതിന്റെ സൈസ് എത്രയാണ് വരുന്നത്? 9.6 ഇഞ്ച് ഇൻറ്റു 12 ഇഞ്ചാണ് ഇഞ്ച് അല്ലെ. പിന്നെ ചില കമ്പനി എന്ത് ചെയ്യും, അത് 10 ഇൻറ്റു 12 ഇഞ്ചിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇറക്കുന്നത്. അപ്പൊ 2 സൈസിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഫോം ഫാക്ടർ വരുന്നത്. ഇനി സപ്പോർട്ട് 7 എക്സ്പാൻഷൻ സ്ലോട്ട്സ്. അപ്പൊ എത്ര എക്സ്പാൻഷൻ സ്ലോട്ട് ഉണ്ട്? 7 എണ്ണം. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഗെയിമിന്റെ അല്ലെ കൺസോൾ കാർഡ് ഇൻസേർട്ട് ചെയ്യുക, സൗണ്ട് കാർഡ് ഇൻസേർട്ട് ചെയ്യുക, TV ട്യൂണർ കാർഡ് ഇൻസേർട്ട് ചെയ്യുക, പിന്നെ ഇന്റേണൽ മോഡം വേണമെങ്കിൽ എന്ത് ചെയ്യുക ഇൻസേർട്ട് ചെയ്യുക. അപ്പൊ ഒരുപാട് അങ്ങനെ 7 സ്ലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ യൂസ് സോഫ്റ്റ് പവർ ഓഫ് ഫീച്ചർ ടു ടേൺ ഓഫ് ആൻഡ് ഓൺ ദി PC. ഈ സോഫ്റ്റ് പവർ ഓഫ് എന്ന് പറഞ്ഞാല് അതായത് പണ്ട് കാലത്തെ കമ്പ്യൂട്ടർ നിങ്ങൾ ഷട്ട് ഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ ഓഫ് ആവില്ല അല്ലെ. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ എഴുതി കാണും, നൗ ഇറ്റ് ഈസ് സേഫ് ടു ടേൺ ഓഫ് യുവർ കമ്പ്യൂട്ടർ. എന്റെ ഓർമ്മയില്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സ്വിച്ച് പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഓഫ് ചെയ്യണം. ഇപ്പൊ ആ പ്രശ്നം വരുന്നുണ്ടോ? നിങ്ങൾ എങ്ങനെ കമ്പ്യൂട്ടർ ഓഫ് ആക്കുന്നത്? ജസ്റ്റ് ഷട്ട് ഡൗൺ കൊടുത്ത് നിങ്ങൾ അങ്ങ് പോകും, കമ്പ്യൂട്ടർ എന്ത് ചെയ്തിട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിരിക്കും. പണ്ട് കാലത്ത് അങ്ങനെയല്ല, എന്ത് ചെയ്യണം, ഷട്ട് ഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ സ്ക്രീനിൽ ഒരു മെസ്സേജ് വരും. ആ സമയത്ത് നമ്മൾ തന്നെ എന്ത് ചെയ്യണം, സ്വിച്ച് പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഓഫ് ചെയ്യണം. അപ്പൊ ഈ ATX മദർ ബോർഡിന്റെ ഗുണം എന്താ? സോഫ്റ്റ് പവർ ഓണും എന്ത് ചെയ്യും പോസിബിൾ ആണ്. പിന്നെ ഇന്റഗ്രേറ്റഡ് IO പോർട്ട് കണക്ടേഴ്സ്. ATX ഹാസ് ദീസ് കണക്ടേഴ്സ് സോൾഡേർഡ് ഡയറക്ട്ലി ഇൻ ടു ദി മദർ. അപ്പൊ നമ്മളെ ഈ USB പോർട്ട് അല്ലെ, VGA പോർട്ട്, അങ്ങനെയുള്ള പോർട്ടുകളെല്ലാം ഇതിന്റെ കൂടെ തന്നെ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മദർ ബോർഡിന്റെ പിന്നിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്റഗ്രേറ്റഡ് IO പോർട്സ് ATX എന്താ അവൈലബിൾ ആണ്. പിന്നെ റെഡ്യൂസ്ഡ് എക്സ്പാൻഷൻ കാർഡ് ഇന്റർഫറൻസ്. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ചു നിങ്ങളുടെ പ്രോസസറിന്റെ സ്ലോട്ടും മെമ്മറി സ്ലോട്ടും എല്ലാം വളരെ ദൂരെ മാറി നിൽക്കുമായിരുന്നു ഇതിന്റെ എക്സ്പാൻഷൻ സ്ലോട്ടിൽ നിന്ന്. അപ്പൊ എന്താ ഗുണം? നിങ്ങൾ എന്തെങ്കിലും ഒരു കാർഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് എവിടെ പോയി തട്ടില്ല, പ്രോസസറിലൊന്നും പോയിട്ട് എന്ത് ചെയ്യില്ല, ഇന്റർഫിയർ ചെയ്യില്ല. അപ്പൊ അതാണ് എന്ത് ഇതിന്റെ ഗുണം. സോക്കറ്റ്സ് ആർ മൂവ്ഡ് ഫ്രം ദി ഫ്രണ്ട് ഓഫ് ദ ബോർഡ് ടു ബാക്ക് റൈറ്റ് സൈഡ് നിയർ ദി പവർ സപ്ലൈ ആൻഡ് അലോസ് ഫുൾ ലെങ്ത് കാർഡ് ടു ബി യൂസ്ഡ്. അപ്പൊ ഇതായിരുന്നു ആരുടെ കുഴപ്പം? നമ്മുടെ ബേബി ATയുടെ. അപ്പൊ ആ കുഴപ്പം ATX എന്ത് ചെയ്തു, പരിഹരിച്ചു. ഇനി ബെറ്റർ പവർ സപ്ലൈ കണക്ടർ. ATX മദർ ബോർഡ് യൂസസ് എ സിംഗിൾ 20-pin connector instead of confusing pair of nearly identical 6-pin connectors on the baby AT form factor. അപ്പൊ baby AT form factorൽ നിങ്ങൾ SMPS പവർ കൊടുക്കാൻ വേണ്ടി കണക്ടർ ഉണ്ട്. SMPS വരുന്ന ആ വയർ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ബേബി AT മദർ ബോർഡിലേക്ക് എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. അപ്പൊ അതിൽ കുറെ കണക്ടേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അവര്. ഈ കണക്ടറെല്ലാം തമ്മിൽ എന്ത് ചെയ്യും, ആകെ കൺഫ്യൂഷൻ ആവും, ഇത് എവിടെ കുത്തണം എന്നുള്ളത്. ആ ഏതില്ല, ATX മദർ ബോർഡില്ല. ATX മദർ ബോർഡ് എന്താ, അതിലൊറ്റ കണക്ടറേ ഉള്ളൂ, 20 പിന്നിന്റെ അല്ലെ. ആ 20 പിൻ ഒറ്റ കണക്ടർ ഇവിടെ കണക്ട് ചെയ്താൽ മതി, മദർ ബോർഡിൽ കണക്ട് ചെയ്താൽ മതി. കുറെ കണക്ടേഴ്സ് എന്ത് ചെയ്യേണ്ട, കണക്ട് ചെയ്ത് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഇതൊക്കെയാണ് എന്ത് ATX മദർ ബോർഡിന്റെ അഡ്വാൻറ്റേജ്. ഇതാണ് ഇപ്പം നമ്മളെ അവസ്ഥ അല്ലെ. അപ്പൊ ബാക്കിയൊക്കെ വളരെ പഴയ ആൾക്കാരാണ്, അതെല്ലാം നമ്മൾ ഒഴിവാക്കി. സ്റ്റാൻഡേർഡ് ATX കണ്ട നിങ്ങൾ. പിന്നെ ഇറക്കിയതാണ് മൈക്രോ ATX. അതിന്റെ സൈസ് കമ്പാരിസൺ കണ്ട, ഇവിടെ ഒരു പാനയും വെച്ചിട്ടുണ്ട് അല്ലെ. മൈക്രോ ATX എന്താ കുറച്ചും കൂടെ ചെറുതായി. പിന്നെ വരുന്നതാണ് മിനി ATX അല്ലെ, അതിലും ചെറുതാണ്. പിന്നെ വരുന്നതാണ് നാനോ ATX, പിന്നെയോ പൈക്കോ ATX. അതൊക്കെയാണ് ഇപ്പോഴുള്ള മദർ ബോർഡിന്റെ ഫോം ഫാക്ടർ. ബാക്കിയെല്ലാം എന്താ ഔട്ട്ഡേറ്റഡ് ആയി വേറല്ല. അടുത്ത വരുന്നത് എന്താ മൈക്രോ ATX. പിന്നെയാണ് ആര് വരുന്നത്, മിനി ATX. അപ്പൊ എന്താ മൈക്രോ ATX, സ്മോളർ വേരിയന്റ് ഓഫ് ATX ഫോം ഫാക്ടർ. എത്രയാ, 25% എന്താണ്, ചെറുതാണ് അല്ലെ. പിന്നെ കോമ്പാറ്റബിൾ വിത്ത് മോസ്റ്റ് ATX കേസസ്. അതായത് പണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ATX മദർ ബോർഡിന് വേണ്ടി ഉണ്ടാക്കിയ ക്യാബിനറ്റ് തന്നെ നിങ്ങൾക്ക് എന്തിനു ഉപയോഗിക്കാം, മൈക്രോ ATXന് വേണ്ടി ഉപയോഗിക്കാം അല്ലെ. ബട്ട് ഹാസ് ഫ്യൂവർ സ്ലോട്ട്സ് ദാൻ ATX. അതാണ് കുഴപ്പം. അപ്പൊ സൈസ് കുറക്കുമ്പോൾ എന്ത് സംഭവിക്കുക, പ്രോസറിന്റെ സൈസ് കുറക്കാൻ പറ്റില്ല അല്ലെ, ബാക്കി ഒന്നിനും സൈസ് കുറക്കാൻ പറ്റില്ല. അപ്പൊ എന്തായിരിക്കും, സ്ലോട്ടിന്റെ എണ്ണം എന്ത് ചെയ്തിട്ടുണ്ടാവും അവര്, എക്സ്പാൻഷൻ സ്ലോട്ടിന്റെ എണ്ണം എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറച്ചിട്ടുണ്ടാവും. അങ്ങനെ സൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും അല്ലെ. അപ്പൊ എക്സ്പാൻഷൻ സ്ലോട്ടിന്റെ എണ്ണം എന്താണ്, കുറവാണ്. കുറെ സ്മോളർ പവർ സപ്ലൈ. പിന്നെ വെരി പോപ്പുലർ ഫോർ ഡെസ്ക്ടോപ്പ് ആൻഡ് സ്മോൾ ഫോം
കമ്പ്യൂട്ടേഴ്സ് ആസ് ഓഫ് 2007. അപ്പോൾ ഇതിപ്പം പോപ്പുലർ ആയിട്ടുള്ള ഒരു സാധനമാണ് എന്ത് മൈക്രോ ATX. അതിന്റെ സൈസ് എത്രയാ? സ്ക്വയർ ഷേപ്പ് ആണ്. 9.6 × 9.6 ഇഞ്ചസ് ആണ്. അപ്പൊ മറ്റേ മദർ ബോർഡ് തന്നെയാണ് ATX, പക്ഷെ സൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട്. സൈസ് കുറക്കാൻ വേണ്ടി എക്സ്പാൻഷൻ സ്ലോട്ട്സിന്റെ എണ്ണം എന്ത് ചെയ്തു? PCI സ്ലോട്ടിന്റെ എണ്ണം എന്ത് ചെയ്തിട്ടുണ്ട്? അവർ കുറച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ സൈസ് എത്രയാണ്? 9.6 × 9.6. ഇപ്പൊ മിനി ATX എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് കൺസിഡറബിളി സ്മോളർ ദാൻ മൈക്രോ ATX. അതിനേക്കാളും ചെറുതാണ് എന്ത്? മിനി ATX. മിനി ATX മദർബോർഡ്സ് വെയർ ഡിസൈൻ വിത്ത് മൊബൈൽ ആൻഡ് ഡെസ്ക്ടോപ്പ് ടെക്നോളജി വിച്ച് അഡാപ്റ്റ് മൊബൈൽ CPU ഫോർ ലോവർ പവർ റിക്വയർമെന്റ്സ്, ലെസ് ഹീറ്റ് ജനറേഷൻ, ബെറ്റർ ആപ്ലിക്കേഷൻ കാപ്പബിലിറ്റി. അതായത് മൊബൈൽ പ്രോസസ്സേഴ്സ്. മൊബൈൽ പ്രോസസ്സേഴ്സിന്റെ ഗുണം എന്താ? ഇന്റലിലുള്ള മൊബൈൽ സീരീസ് ഉണ്ട്. അതായത് ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന പ്രോസസ്സർ പണ്ട് കാലത്ത് അങ്ങനെയാണ്. ഡെസ്ക്ടോപ്പിൽ ഉപയോഗിക്കുന്ന പ്രോസസ്സർ അല്ല ലാപ്ടോപ്പിൽ. അപ്പൊ എന്റെ ഓർമ്മയിൽ അന്ന് M സീരീസ് അങ്ങനെ എനിക്ക് തോന്നുന്നു. ഇന്റലിന്റെ M സീരീസ് ഇറക്കും. അപ്പൊ അതെല്ലാം മൊബൈൽ സീരീസ് എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പിന് വേണ്ടിയിട്ടില്ല. അപ്പൊ ആ പ്രോസസ്സർ നല്ല പൈസയായിരിക്കും. പക്ഷെ അതിന്റെ ഗുണം എന്താ? അത് കുറച്ച് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഹീറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? കുറച്ച് അതിന് പവർ വേണ്ടു. അപ്പൊ പവർ, കാരണം ലാപ്ടോപ്പ് പെട്ടെന്ന് ബാറ്ററി തീർന്നുമില്ലേ. ഡെസ്ക്ടോപ്പ് അങ്ങനെയല്ല അല്ലെ, നമ്മൾ ഡയറക്റ്റ് പവർ ലൈനിലാണ് എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രോസസ്സർ ചിലപ്പോൾ എന്ത് ചെയ്യും? ഏതിൽ ഉപയോഗിക്കും? ഡെസ്ക്ടോപ്പിൽ ഉപയോഗിക്കും, പൈസയുള്ള ആൾക്കാർ. കാരണം കുറച്ചും കൂടെ എന്താ, പവർ കൺസംഷൻ കുറവാണ്, പെർഫോമൻസ് ലേശം എന്ത് കൂടുതലായിരിക്കും. പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മൊബൈൽ ഫോണിലെ പ്രോസസ്സറിലെ മൊബൈൽ സീരീസ് ഇന്റലിന്റെ അല്ല, അപ്പൊ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? മിനി ATX മദർ ബോർഡ് യൂസ് ചെയ്ത്. അതിന്റെ സൈസ് എത്രയാണ്? 5.9 × എത്രയാ? 5.9 ഇഞ്ചസ്. അപ്പൊ വളരെ ചെറിയ 5 ഇഞ്ച് എന്തുള്ളൂ ആകെ അതിന്റെ സൈസ് ഉള്ളൂ. സ്ലൈഡ് വന്നോ? ഇനി അടുത്തതാണ് ഫ്ലക്സ് ATX. അതായത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഇടക്കാലത്ത് ഇറങ്ങിയ വേറെ ടൈപ്പാണ് ഈ എന്താ മൈക്രോ AT. അതെല്ലാം കൂടാതെ തന്നെ വേറെ ഇടക്കാലത്ത് ഇറങ്ങിയ വേറെ ടൈപ്പും കൂടി ഉണ്ട്. ഇതാണ് ഫ്ലക്സ് 1999ലാണ്. പിന്നെ അലോസ് മോർ ഫ്ലെക്സിബിൾ മദർ ബോർഡ് ഡിസൈൻ, കോമ്പോണന്റ് പൊസിഷനിങ് ആൻഡ് ഷേപ്പ്. അപ്പൊ കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ എക്സ്പാൻഷൻ കാർഡ്സിന്റെ എണ്ണം എന്തായിരിക്കും? കുറച്ചും കൂടെ കൂടുതലായിരിക്കും. പിന്നെ ക്യാൻ ബി സ്മോളർ ദാൻ റെഗുലർ മൈക്രോ ATX. അപ്പൊ മൈക്രോ ATXനേക്കാളും കുറച്ചും കൂടെ എന്താ സൈസ് കുറവാണ്. പക്ഷെ മിനി ATXനേക്കാളും കുറച്ചും കൂടി എന്താ സൈസ് കൂടുതലാണ്. പിന്നെ അത് കൂടാതെ വേറൊരു ഫോം ഫാക്ടറും കൂടി ഇറങ്ങിയിട്ടുണ്ട്. എന്താ? NLX, എ ന്യൂ ലോ പ്രൊഫൈൽ ഡിസൈൻ, റിലീസ്ഡ് ഇൻ 1997. അതിന്റെ സൈസ് എത്രയാ? 8 to 9 ഇഞ്ച് × 10 to 13 ഇഞ്ച്. ആ സൈസ് വരുന്നതാണ് എന്ത്? NLX. അപ്പൊ ഈ ഫോം ഫാക്ടറും കൂടെ, ഇതല്ലാതെ വേറെ ഉണ്ട് കേട്ടോ കുറെ. നമുക്ക് മെയിൻ ആയിട്ട് ഇത്രയും എന്ത് പഠിക്കാനുള്ളൂ? ഫോം ഫാക്ടേഴ്സ്. അപ്പൊ കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം? എഴുതുക. ഞാൻ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. നിങ്ങൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം, അത് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് പഠിക്കാം. നമ്മൾ ഡിഫറെന്റ് ഫോം ഫാക്ടേഴ്സ് പഠിച്ചു അല്ലെ. അപ്പൊ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫോം ഫാക്ടർ ഏതാ? ATX ആണ്, ഒരു സംശയമില്ല. അപ്പൊ നമുക്ക് എന്ത് പഠിക്കണം ഇനി? ATX മദർ ബോർഡിൽ ആരെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവരെവിടെയെല്ലാം ഉള്ളത്, അവരുടെ ജോലി എന്താണ്, ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അടുത്ത് പഠിക്കേണ്ടത്. അപ്പൊ അതാണ് ATX മദർ ബോർഡിന്റെ ഓർഗനൈസേഷൻ. അപ്പൊ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഡയഗ്രാം വരക്കേണ്ടത്. ഈ ഡയഗ്രാം ആർക്കെങ്കിലും വരക്കാൻ പറ്റുമോ? നിങ്ങൾ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരേണ്ടി വരും അല്ലെ. അതുകൊണ്ട് തൽക്കാലം ഈ ഡയഗ്രാം ഒന്ന് വരക്കേണ്ട. നിങ്ങൾ ചെറിയൊരു ബ്ലോക്ക് ഡയഗ്രാം വരച്ചാൽ മതി. മനസ്സിലായി? അപ്പൊ വേണ്ടിയിട്ട് റിയൽ ആയിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഇതാണ് ഒരു ATX മദർ ബോർഡ്. നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാ? പ്രോസസ്സറിന്റെ സ്ലോട്ടാണ്. മനസ്സിലായി? അപ്പൊ ഇതാണ് എന്ത്? പ്രോസസ്സറിന്റെ സ്ലോട്ട്. അതിൽ അവർ പേര് കൊടുത്തിട്ടുണ്ട് LGA 775. അപ്പൊ നിങ്ങൾ ഒരു പ്രോസസ്സർ വാങ്ങിക്കുമ്പോൾ നോക്കണം എന്താ? ആ പ്രോസസ്സറിന്റെ പിൻ കോൺഫിഗറേഷൻ അല്ല, ഗ്രിഡ് അറിയുന്ന അതിന്റെ ഫുൾ ഫോം അല്ല, പിൻ കോൺഫിഗറേഷൻ LGA 775 പിൻ കോൺഫിഗറേഷനുള്ള പ്രോസസ്സർ മാത്രമേ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ മദർ ബോർഡിനകത്ത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മദർ ബോർഡ് ഉണ്ടാക്കുന്ന കമ്പനി പറയും എന്റെ സോക്കറ്റ് ഏതാ? LGA 775. അപ്പൊ നിങ്ങൾ ഏത് പ്രോസസ്സർ വാങ്ങിക്കണം?
ഏത് പ്രോസസർ വാങ്ങിച്ചാലും കുഴപ്പമില്ല. ഇന്റൽ അത് പറയൂ ഇന്റൽ കോമ്പാറ്റബിൾ ആണ് വർക്ക് ചെയ്യുക. അപ്പൊ ഇന്റലിന്റെ നിങ്ങൾ എന്ത് വാങ്ങിക്കേണ്ടത് LGA775 ആ പിൻ കോൺഫിഗറേഷനുള്ള പ്രോസസർ മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, വാങ്ങിക്കാൻ പാടുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ അത് കഴിഞ്ഞു നമുക്ക് ഇങ്ങനെ വരാം അല്ലെ. അടുത്ത മെമ്മറി സ്ലോട്ട്. നമ്മൾ ഏത് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, മെമ്മറി വേണം. അപ്പൊ നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ 2 GB വാങ്ങിക്കുക, കുറച്ചും കൂടെ പൈസ ഉണ്ടെങ്കിൽ 4 GB വാങ്ങിക്കുക, പിന്നെയും നിങ്ങൾ പൈസക്കാരനാണെങ്കിൽ എന്ത് ചെയ്യാം 8 GB വാങ്ങിക്കുക അല്ലെ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ വാങ്ങിക്കുന്നത് ആ പ്രോസസ്സർ ഈ മെമ്മറി സ്ലോട്ടിലാണ് എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. അപ്പൊ അവിടെയും കുഴപ്പമുണ്ട്, എല്ലാ മെമ്മറി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അത് DDR3, DDR2, DDR4 അങ്ങനെ ഒരുപാട് സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പൊ ഈ മദർ ബോർഡിന്റെ മാനുഫാക്ചർ ഏത് സ്റ്റാൻഡേർഡ് ആണോ പറയുന്നത് ആ സ്റ്റാൻഡേർഡുള്ള മെമ്മറി മാത്രമേ ഇതിനകത്തേക്ക് എന്തുള്ളൂ, കയറുള്ളൂ. ഈ സ്ലോട്ടിൽ നടുവിൽ ഒരു ചെറിയ കട്ടിങ് ഉണ്ട്. നിങ്ങൾ ഈ കട്ടിങ് DDR2 ആണെങ്കിൽ ഇവിടെ ആയിരിക്കും, DDR3 ആണെങ്കിൽ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, DDR4 ആണെങ്കിൽ കുറച്ചും കൂടി തെറ്റിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഗുണം എന്താ, DDR2ന്റെ റാം ഇൻസേർട്ട് ചെയ്യേണ്ട സ്ലോട്ടിൽ ആര് കയറില്ല, DDR3 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെമ്മറി ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ തെറ്റി ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇല്ലേ നമ്മൾ മെമ്മറി ഇൻസേർട്ട് ചെയ്യില്ല. അതാണ് എന്ത് മെമ്മറി സ്ലോട്ട്. പിന്നെ അടുത്ത കണ്ട നിങ്ങൾ 24 പിൻ ATX പവർ കണക്ടർ. ഈ മദർ ബോർഡിനകത്ത് ഒരുപാട് ICസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം വർക്ക് ചെയ്യാൻ എന്ത് വേണം, കറണ്ട് വേണം അല്ലെ. 12 വോൾട്ട്, 5 വോൾട്ട്, 3 വോൾട്ട് ഒക്കെ എന്ത് ചെയ്യണം, ഇതിന് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പവർ ആർ ഇവിടുന്ന് കിട്ടുക, SMBS കിട്ടുക. അപ്പൊ SMBSന്റെ ഔട്ട്പുട്ട് ഒരു വലിയ കുറെ വയേഴ്സ് ഉണ്ട്. ആ വയർ ഒരു പ്രത്യേക പിന്നുണ്ട്. ആ പിന്ന് നമ്മൾ എവിടെയാ ഇൻസേർട്ട് ചെയ്യേണ്ടത്, പ്രസ് ചെയ്യേണ്ടത്, ഇവിടെ പ്രസ് ചെയ്തു. അപ്പൊ SMBS എന്ന് പറഞ്ഞ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് ആർക്ക്, ഈ മദർ ബോർഡിൽ എല്ലാ കമ്പോണൻസും എന്ത് ചെയ്യും, കിട്ടും. ഇതാണ് പവർ സപ്ലൈ, മദർ ബോർഡിന് വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈ കൊടുക്കാനുള്ള കണക്ടർ. ഇനി ഇപ്പോഴൊന്നും ഫ്ലോപ്പി ഡിസ്ക് ഇല്ല അല്ലെ. പണ്ട് കാലത്ത് നമ്മൾ ഫ്ലോപ്പി ഡിസ്ക് യൂസ് ചെയ്തില്ല. അപ്പൊ ഫ്ലോപ്പി ഡിസ്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണക്ടർ ആണെന്ന് ഈ കാണുന്നത്. ഇവിടുന്ന് ഒരു പാരലൽ ബസ് വയർ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ എന്ത് ചെയ്യും, ഫ്ലോപ്പി ഡിസ്കുമായിട്ട് എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. ഇനി അടുത്ത വന്നതാണെന്ത്, സാറ്റ കണക്ടേഴ്സ്. അപ്പൊ ഈ ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ CD ഡ്രൈവ് എല്ലാം 2 ടൈപ്പ് കണക്ടറുകൾ, സാറ്റയുണ്ട് അല്ല, സീരിയൽ AT അഡ്വാൻസ് ടെക്നോളജി അറ്റാച്ച്മെന്റ്, സാറ്റയുണ്ട്. പിന്നെ പാരലൽ AT അതായത് പാരലൽ അഡ്വാൻസ് ടെക്നോളജി കണക്ടേഴ്സ് അല്ല. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം രണ്ടും തമ്മിലുള്ള കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ട് സാറേ, കേൾക്കുന്നുണ്ട്. അപ്പൊ പാരലൽ AT ഉണ്ട്, അങ്ങനെ എല്ലാ പ്രൊജക്റ്റിനേക്കാളും ഡയറക്റ്റ് ആയിട്ട് നയിക്കുന്നു പാരലായിട്ട്. ലാസ്റ്റ് പറയാം, ഡൗട്ടല്ല. അപ്പൊ 2 ടൈപ്പ് കണക്ടറുകൾ, പാരലലും ഉണ്ട് സീരിയലും ഉണ്ട്. അപ്പൊ പാരലൽ AT ആണ് പണ്ട് കാലത്ത്. ഇപ്പോഴും കംപ്ലീറ്റ് എന്തേ ഉള്ളൂ, സീരിയൽ AT മാത്രമേ ഉള്ളൂ. കാരണം ഇതാണ് എന്ത്, ഫാസ്റ്റ്. അപ്പൊ ഈ കണക്ടർ വെച്ചിട്ടാണ് നിങ്ങൾ ഹാർഡ് ഡിസ്കും CD ഡ്രൈവ് എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. അപ്പൊ പഴയ മദർ ബോർഡിൽ പാരലൽ AT മാത്രമേ കാണുള്ളൂ. ഇപ്പോഴത്തെ മദർ ബോർഡിൽ എന്ത് മാത്രമേ കാണുള്ളൂ, സീരിയൽ AT മാത്രമേ കാണുള്ളൂ. ഇടക്കാലത്ത് ഇറങ്ങിയ മദർ ബോർഡിൽ എന്ത് കാണും, പാരലൽ AT കാണും, സീരിയൽ AT കാണും. കാരണം അതെന്താ, കാരണം അന്ന് മാർക്കറ്റിൽ 2 ടൈപ്പ് ഹാർഡ് ഡിസ്കും ഉണ്ടാവും. പഴയ അല്ലെ പാരലൽ AT ഹാർഡ് ഡിസ്ക് ഉണ്ടാവും, ഇപ്പൊ ഇറങ്ങി എന്താ സീരിയൽ AT ഉണ്ടാവും. അപ്പൊ ചില ആളുടെ കയ്യിൽ എന്താ ഉണ്ടാവുക, പാരലലും ഉണ്ടാവും, ചില ആളുടെ കയ്യിലോ സീരിയൽ. അപ്പൊ ഈ മദർ ബോർഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ സീരിയൽ AT മാത്രം കൊടുത്താൽ എന്താ, മറ്റേ സങ്കടാവില്ലേ, അയാളെ ഹാർഡ് ഡിസ്ക് അയാൾ വെറുതെ എന്ത് ചെയ്യണം, ഉപയോഗിക്കാതെ ഇടേണ്ടിവരും. അപ്പൊ അതുകൊണ്ട് രണ്ടിനുള്ള പ്രൊവിഷനും കൊടുത്തു. പിന്നെ കുറെ കാലം കഴിയുമ്പോൾ എന്ത് ചെയ്തു, മറ്റേ കമ്പനി ഇറക്കാറേ ഇല്ല. അപ്പൊ മാർക്കറ്റിലൊന്നും ഇല്ല, ഇല്ലാത്തത് കൊണ്ട് ഇനി എന്ത് ചെയ്യേണ്ട, ഈ സ്ലോട്ട് കൊടുക്കണ്ട. അപ്പൊ ടെക്നോളജി മാറുന്ന സമയത്ത് എന്ത് ചെയ്യും, മദർ ബോർഡ് രണ്ടിന്റെയും പ്രൊവിഷൻ കൊടുക്കും. കുറച്ച് കഴിയുമ്പോഴും പഴയ ടെക്നോളജി എന്ത് ചെയ്യുക, അവർ കംപ്ലീറ്റ് എന്ത് ചെയ്യും, ഡിസ്കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ ഈ ടൈപ്പ് കണക്ടർ ഇനി നിങ്ങൾക്ക് കാണാനേ കിട്ടില്ല. പിന്നെ അടുത്ത വരുന്നതാണ് PCI സ്ലോട്ട്. ഇതിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, സൗണ്ട് കാർഡ് അല്ലെ, TV ട്യൂണർ കാർഡെല്ലാം എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. പിന്നെ PCI എക്സ്പ്രസ് 2 എണ്ണം ഉണ്ട് അല്ലെ, *16 *1 ഉണ്ട്. അത് ഡാറ്റ ചാനൽ 2 ആണ് കേട്ടോ, *1 *16. അപ്പൊ ഇതിലാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രാഫിക്സ് കാർഡ് കണക്ട് ചെയ്യുക, PCI എക്സ്പ്രസ് *16. ഇപ്പൊ 16 ഡാറ്റ ചാനൽസ് ഉണ്ടാവും. ഇനി ചെറിയ ചെറിയ കാർഡൊക്കെ വേണമെങ്കിൽ ഇതിൽ കണക്ട് ചെയ്യാം. PCI എക്സ്പ്രസ് അല്ലെ 1 എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത വരുന്നതാണത് റിയർ IO പാനൽ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് സ്പീക്കർ കണക്ട് ചെയ്യാം, USB കണക്ട് ചെയ്യുക, പ്രിന്റർ കണക്ട് ചെയ്യുക. അതിന്റെ പോർട്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ വരുന്നതാണത് നോർത്ത് ബ്രിഡ്ജ്, പിന്നെ സൗത്ത് ബ്രിഡ്ജും അല്ല. ഇതാണെന്ത്, നോർത്ത് ബ്രിഡ്ജ് IC അല്ല. പിന്നെ സൗത്ത് ബ്രിഡ്ജ് ആയി കാണുന്നതാണെന്ത്, സൗത്ത് ബ്രിഡ്ജ് IC. പിന്നെ CMOSന്റെ ബാറ്ററി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ല.
പിന്നെ ഇതിന് ബയോസ് എന്ന് പറഞ്ഞ സാധനമുണ്ട് അല്ല, ബയോസിന്റെ ചിപ്പ് നിങ്ങൾക്ക് കിട്ടും. എവിടെയുള്ളത് ബയോസിന്റെ ചിപ്പ് ഉണ്ടാവും അല്ല. പിന്നെ ഇൻബിൽറ്റ് ലാൻ ഉണ്ടാവും. ലാൻ ഇല്ലേ, ഇതൊക്കെ നെറ്റ്വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പൊ ലാനിന്റെ IC ഇവിടെ ഉണ്ടാവും. പിന്നെ സൗണ്ട് കാർഡ് നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിനകത്ത് തന്നെ ഉണ്ട് ഓൺ ബോർഡ് സൗണ്ട് ഉണ്ടാവും. അപ്പൊ അവാൻസിന്റെ ഒരു സൗണ്ടിന്റെ IC ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും കാണാൻ. ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്, മദർ ബോർഡിനകത്ത് ഉണ്ട്. ഇവിടെ നിങ്ങൾ വേറൊരു പവർ കണക്ടർ ഉണ്ട്, നിങ്ങൾ 4 പിൻ. ഇപ്പൊ പ്രോസസർ ആണെങ്കിൽ ഏറ്റവും ഹീറോ അല്ലെ. ഇപ്പൊ ഹീറോ ആയതുകൊണ്ട് പ്രോസസറിന് ഇതിനകത്ത് എന്ത് ചെയ്യില്ല, കണക്ഷൻ എടുക്കില്ല. സെപ്പറേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, SMPS പ്രോസസറിലേക്ക് പവർ പോകുന്നത്. അതിനുള്ള പ്രോസസറിലെ പവർ കണക്ടർ ആണ് എന്ത് ഈ കാണുന്ന 4 5 വോൾട്ടും 3.3 വോൾട്ടിന്റെയും 2 വോൾട്ടാണ് പോവുക. അപ്പൊ അത് കണക്ടർ ആണ് എന്ത് ഇവിടെ കാണുന്നത്. അത് ഇത് ഷെയർ ചെയ്യില്ല രണ്ടും. SMPS സെപ്പറേറ്റ് VIP ആയതുകൊണ്ട് സെപ്പറേറ്റ് എന്ത് ചെയ്യും, കണക്ഷൻ ഇതിലേക്ക് പോകും. അപ്പൊ ഇതാണ് എന്ത് ATX മദർ ബോർഡ്. ഇനി ഇത് എക്സാമിന് വരക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അടുത്ത ഡയഗ്രാം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇതാണ് നിങ്ങളുടെ പ്രോസസറിന്റെ സ്ലോട്ട് അല്ലെ. ഇതാണ് വരക്കാൻ എളുപ്പമല്ലേ. റാമിന്റെ സ്ലോട്ട് 2 എണ്ണം വരക്കുക. പിന്നെ ID, അതായത് ഹാർഡ് ഡിസ്കും CD ഡ്രൈവ് ഒക്കെ കണക്ട് ചെയ്യാനുള്ള കണക്ടർ. പിന്നെ അതിനകത്ത് ബയോ ഒരു പ്രോഗ്രാം ഇതിനകത്ത് മദർ ബോർഡിനകത്ത് തന്നെ ലോഡ് ചെയ്തില്ല. ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. ബയോസ് പ്രോഗ്രാം സ്റ്റോർ ചെയ്തിട്ടുള്ള IC ആണ് ഈ കാണുന്നത്. പിന്നെ മദർ ബോർഡിന്റെ ടൈം എല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ ബയോസിൽ എന്തെങ്കിലും സെറ്റിംഗ്സ് നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സെറ്റിംഗ്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററി അതിനകത്ത് തന്നെ കൊടുക്കും. അതാണ് CMOS ബാറ്ററി. പിന്നെ പ്രോസസറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ICs ഉണ്ട്. അതാണ് നോർത്ത് ബ്രിഡ്ജും പിന്നെയും സൗത്ത് ബ്രിഡ്ജും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പാൻഷൻ കാർഡൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് PCI സ്ലോട്ട് ഉണ്ട്. ഗ്രാഫിക്സ് കാർഡ് ഇൻസേർട്ട് ചെയ്യാൻ PCI എക്സ്പ്രസ് അല്ലെങ്കിലോ AGP സ്ലോട്ട് ഇവിടെയുണ്ട്. പിന്നെ ഇതാണ് എന്ത് ബാക്ക് പാനൽ IO. ഇവിടെയാണ് നിങ്ങൾ സ്പീക്കറും കമ്പ്യൂട്ടറും, സ്പീക്കർ, മൗസ്, കീബോർഡ് എല്ലാം ചെയ്യുന്നത് കണക്ട് ചെയ്യുന്നത്. ഇതാണ് കമ്പ്യൂട്ടറിന് എന്ത് പവർ സപ്ലൈ കണക്ടർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 15 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിരിക്കും. 1 പ്രോസസർ, 2 റാം അല്ല, ID കണക്ടർ, ബയോസ്, പിന്നെ സൗത്ത് ബ്രിഡ്ജ്, നോർത്ത് ബ്രിഡ്ജ്, എക്സ്പാൻഷൻ സ്ലോട്ട്, ബാക്ക് പാനൽ IO, പവർ കണക്ടർ, ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യും. നമുക്ക് ഓരോന്ന് ഇപ്പൊ ഇതാണ് ഞാനത് കട്ട് ചെയ്തെടുത്ത കേട്ടോ. ഇതാണ് പ്രോസസറിന്റെ സ്ലോട്ട്. ഇപ്പൊ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപ്പ് വേണ്ട, ഇത് തുറക്കും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, പ്രോസസർ പ്ലേസ് ചെയ്യും. ഈ ക്യാപ്പ് അടക്കും. അടച്ചതിന് ശേഷം ലിവർ കണ്ട, ലിവർ ഇങ്ങോട്ടേക്ക് തട്ടുമ്പോൾ പ്രസ് ചെയ്യുമ്പോൾ സംഭവിക്കും, പ്രോസസറിലെ പിന്നെ ഇവിടെ എന്ത് ചെയ്യും, പ്രോസസറിന്റെ ഗ്രിഡ് അറിയണ്ടാവില്ല, അത് നല്ലോണം എന്ത് ചെയ്യും, പ്രസ് ആയിട്ട് കണക്ഷൻ എന്ത് ചെയ്യും, എസ്റ്റാബ്ലിഷ് ചെയ്യും. പ്രോസസർ പ്ലേസ് ചെയ്യുക, ഇത് അടക്കുക, ഇത് എന്ത് ചെയ്യാം, ലിവർ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, പ്രസ് ചെയ്യുക. പ്രോസസർ അവിടെ പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവിടെ നിൽക്കും. ഇതാണ് ഇൻസേർട്ട് ചെയ്യേണ്ട സ്ലോട്ട്. The processor slot or CPU socket will hold the processor. It can generally hold different types of processor with same socket number. ഒരേ സോക്കറ്റ് നമ്പറുള്ള ഒരുപാട് ടൈപ്പ്, ഇന്റലിന്റെ കമ്പനിയാണ്, ഇന്റലിന്റെ ഒരുപാട് ടൈപ്പ് പ്രോസസർ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാം. അപ്പൊ പിന്നിന്റെ ടൈപ്പ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. പിന്നെ അടുത്ത ഈ കാണുന്നതാണ് എന്ത്, മെമ്മറി സ്ലോട്ട്. കണ്ട, ഇതിനകത്ത് നിങ്ങൾ ഇങ്ങനെ മെമ്മറി എന്ത് ചെയ്യും, പ്രസ്. ഇതാണ് നിങ്ങൾ റാം. അപ്പൊ മെമ്മറി സ്ലോട്ട് ഈസ് യൂസ് ടു കണക്ട് സിസ്റ്റം മെമ്മറി. മെമ്മറി സ്ലോട്ട് പല ടൈപ്പ് ഉണ്ട്. ഏതാ, SIMM ഉണ്ട്, സിംഗിൾ ഇൻലൈൻ മെമ്മറി മോഡ്യൂൾ ഉണ്ട്, DIM ഉണ്ട്, ഡ്യുവൽ ഇൻലൈൻ മെമ്മറി മോഡ്യൂൾ ഉണ്ട്, അല്ലെങ്കിൽ റാംബസ് ഇൻലൈൻ മെമ്മറി മോഡ്യൂൾ എന്നുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് സ്ലോട്ട്സ് എന്താ അവൈലബിൾ ആണ്. ഈ ഡിമ്മിൽ തന്നെ ഉണ്ട്, DDR1 ഉണ്ട്, 2 ഉണ്ട് അല്ലെ, 3 ഉണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ഏതാ 4 ഇറങ്ങി. അപ്പൊ DDR4ന്റെ ഇഷ്ടമുള്ള ടൈപ്പ് മെമ്മറി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ DDR3ന്റെ മദർ ബോർഡ് ആണെങ്കിൽ ഏത് മെമ്മറിയെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, DDR3 മെമ്മറി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? സർ സോഡിയം ഇല്ല, എന്ത് SODIM ലാപ്ടോപ്പ് ലാസ്റ്റ് പറയാം. നോർത്ത് ബ്രിഡ്ജും പിന്നെയോ സൗത്ത് ബ്രിഡ്ജും. അപ്പൊ പ്രോസസറിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള 2 ICs ആണെന്ത്, നോർത്ത് ബ്രിഡ്ജും സൗത്ത് ബ്രിഡ്ജും. കാരണം മദർ ബോർഡിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ ആർക്ക് പറ്റില്ല, പ്രോസസറിന് പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ മാനുഫാക്ചറർ ഈ മദർ ബോർഡിനകത്ത് 2 IC പ്ലേസ് ചെയ്തില്ല. അപ്പൊ അതിനാണ് വിളിക്കുന്നത് നോർത്ത് ബ്രിഡ്ജും പിന്നെയോ സൗത്ത് ബ്രിഡ്ജും. അപ്പൊ അത് ഇന്റൽ ഉണ്ടാക്കുന്നുണ്ട്. ഇന്റൽ അല്ലാതെ വേറെ കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്, നോർത്ത് ബ്രിഡ്ജും സൗത്ത് ബ്രിഡ്ജും എന്ത് ചെയ്യുന്നുണ്ട്, ഇറക്കുന്നുണ്ട്. പ്രോസസർ മെയിൻ ആയിട്ട് ആരെ ഇറക്കുള്ളൂ, ഇന്റൽ മാത്രമേ ഇറക്കുള്ളൂ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ചിപ്പ് സെറ്റ്. 2 ആളല്ലേ ഉള്ളത്, അപ്പൊ അതാണ് എന്ത്, ചിപ്പ് സെറ്റ്. അപ്പൊ നോർത്ത് ബ്രിഡ്ജ് ആൻഡ് സൗത്ത് ബ്രിഡ്ജ് ആർ ദി 2 ഇമ്പോർട്ടന്റ് ചിപ്പ് സെറ്റ്സ്. ദേ ആർ ഇന്റഗ്രേറ്റഡ് വിത്തിൻ ദി മദർ ബോർഡ്. അപ്പൊ മദർ ബോർഡിന്റെ കൂടെ തന്നെ അവിടെ പ്രസ് ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവുക. അത് നിങ്ങൾക്ക് പ്രോസസറിനെ പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇളക്കി എടുക്കാനൊന്നും പറ്റില്ല.
They take care of housekeeping tasks like power management, bus activity, memory transaction, CPU timing, etc. അതായത് നിങ്ങൾ ഈ മെമ്മറിനെല്ലാം എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം, ഡിസ്പ്ലേനെ കൺട്രോൾ ചെയ്യണം, അല്ല USB നിങ്ങൾ പെൻഡ്രൈവിൽ ഒരു പാട്ട് കോപ്പി ചെയ്യുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യണം. ചെയ്യുന്ന ആരാ? പ്രോസസർ അല്ല, എന്താ ഈ രണ്ട് ICs നോർത്ത് ബ്രിഡ്ജും സൗത്ത് ബ്രിഡ്ജും ആണ് എന്ത് ചെയ്യുന്നത്, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യുക, ഇറ്റ് ഡിറ്റർമിൻസ് ഹൗ ഫാസ്റ്റ് ദി പ്രോസസർ കമ്മ്യൂണിക്കേറ്റ് പ്രോസസർ ആൻഡ് മെമ്മറി ത്രൂ ദി ഫ്രണ്ട് സൈഡ് ബസ്. ഈ ചിപ്സെറ്റ് വഴിയാണ് ഡാറ്റ എവിടത്തേക്ക് പോവുള്ളൂ, മെമ്മറിയിലേക്ക് പോവുള്ളൂ. അതായത് പ്രോസസറിന് ഒരു ഡാറ്റ വേണം, ആ ഡാറ്റ പ്രോസസർ എവിടെ നിന്ന് എടുക്കുക, മെമ്മറിയിൽ നിന്ന് എടുക്കുക. മെമ്മറിയിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല പ്രോസസറിന്, ഏത് വഴിയേ എടുക്കാൻ പറ്റുള്ളൂ, ചിപ്സെറ്റ് വഴിയേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മെമ്മറിയിലെ ഡാറ്റ എവിടത്തേക്ക് കയറും, ചിപ്സെറ്റിലേക്ക് കയറും, ചിപ്സെറ്റ് നിന്ന് എവിടത്തേക്ക് കയറും, പ്രോസസറിലേക്ക് കയറും. ഈ ചിപ്സെറ്റിന്റെ സ്പീഡ് ആശ്രയിച്ചിരിക്കും എന്ത്, കമ്പ്യൂട്ടറും മെമ്മറിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ടുള്ള ചിപ്സെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ സ്പീഡിൽ എന്ത് ചെയ്യും, മെമ്മറിയും കമ്പ്യൂട്ടറും പ്രോസസറും തമ്മിൽ എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേഷൻ നടക്കും. അപ്പൊ നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, പ്രോസസറിന്റെ ഫ്രണ്ട് സൈഡ് ബസിന്റെ സ്പീഡ് ഉണ്ട്. അതായത് പ്രോസസർ പുറത്തേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ സ്പീഡാണത്. ആ സ്പീഡ് നോക്കണം. ഈ മദർ ബോർഡിന്റെ ചിപ്സെറ്റിന് ഒരു സ്പീഡ് ഉണ്ട്, ആ സ്പീഡ് നോക്കണം. മെമ്മറിക്ക് എന്തുണ്ടാവും, ഒരു സ്പീഡ്, ഫ്രണ്ട് സൈഡ് ബസിന്റെ സ്പീഡ് ഉണ്ട്, അത് നോക്കണം. അത് മൂന്നും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. പറഞ്ഞാൽ മനസ്സിലാവുന്ന. ഇനി ചിപ്സെറ്റിന്റെ സ്പീഡ് കുറവാണെങ്കിൽ എന്താ സംഭവിക്കുക, നിങ്ങളെ പ്രോസസറും ഫാസ്റ്റ് ആണ്, മെമ്മറിയും ഫാസ്റ്റ് ആണ്, പക്ഷെ ഇവൻ സ്ലോ ആണ്. അപ്പൊ എന്താ സംഭവിക്കുക, ഇവന്റെ സ്പീഡിലെ ബാക്കി രണ്ടാക്കും വർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഡാറ്റ ഇതിനകത്ത് ക്യാരിയിട്ട് വേണം അടുത്തേക്ക് പ്രോസസറിലേക്ക് പോകാൻ. അപ്പൊ നല്ല ഒരു ഡിസൈൻ എന്ന് പറയുന്നത് എന്താ, ഈ മൂന്ന് സ്പീഡും എന്തായിരിക്കണം, മാച്ച് ആയിരിക്കണം. ഏതെങ്കിലും ഒരാളെ കൂടിയത് കൊണ്ടൊന്നില്ല കാര്യമില്ല. ആർക്കാണ് ഏറ്റവും കുറഞ്ഞ സ്പീഡ്, ആ സ്പീഡിലാണ് മൂന്നാളും എന്ത് ചെയ്യുക, വർക്ക് ചെയ്യാം. It also supports USB, SATA, AGP connectors and so. അപ്പോൾ നിങ്ങളെ USB, SATA കണക്ടർ, AGP കണക്ടർ എല്ലാം കൺട്രോൾ ചെയ്യുന്നവരാണ് ഈ ചിപ്സെറ്റുകളാണ്. ബയോസ് അല്ലെ. അപ്പൊ ബയോസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ നമുക്കറിയാം കമ്പ്യൂട്ടർ മദർ ബോർഡ് പല കമ്പനിയാണ് എന്ത് ചെയ്യുന്നത്, മദർ ബോർഡ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് മദർ ബോർഡിനകത്ത് കുറെ IC ഉണ്ട്. ഈ IC എല്ലാം എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് എന്നുള്ള ആർക്കറിയില്ല, നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അറിയില്ല. കാരണം പല കമ്പനി പല തരത്തിലായിരിക്കും എന്ത് ഇറക്കിയിട്ടുണ്ടാവുക, ഈ കമ്പോണൻസിലെ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ മദർ ബോർഡിന്റെ ഈ കമ്പോണൻസും നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് അതിനൊരു എന്ത് വേണം, ഒരു ട്രാൻസ്ലേറ്റർ പോലുള്ള ഒരു ചെറിയൊരു പ്രോഗ്രാം വേണം. ഇവൻ ഇങ്ങനെയാ വർക്ക് ചെയ്യുന്നത്, ഇവൻ ഇങ്ങനെ ചെയ്യുന്നെല്ലാം ആരോട് പറഞ്ഞു കൊടുക്കണം, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോട് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പ്രോഗ്രാം എന്ത് ചെയ്യുന്നത് ഈ മദർ ബോർഡിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ബയോസ്. നിങ്ങൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും, എന്താ ഒരു കറുത്ത സ്ക്രീന് വന്നിട്ട് ഇങ്ങനെ അല്ലെ കുറെ എഴുത്തെല്ലാം കാണും, ഹാർഡ് ഡിസ്ക് ഇതാണെന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് ഇവിടത്തേക്ക് പോകുന്നത്, വിൻഡോസിലേക്ക് പോകുന്നത്. അപ്പൊ ആ ചെറിയ ആദ്യം കാണിക്കുന്ന കുറെ കാര്യങ്ങളില്ലേ, അതെല്ലാം ആരാ ചെയ്യുന്നത്, ഈ ബയോസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഹാർഡ് ഡിസ്ക് ഇട്ടിട്ടില്ലെങ്കിലും നിങ്ങളെ കമ്പ്യൂട്ടർ ഓൺ ആക്കിയാൽ എന്ത് ചെയ്യും, ഓൺ ആവും. എന്നിട്ട് കുറെ എഴുത്തെല്ലാം വരും അല്ലെ, ഒരു നീല സ്ക്രീനിൽ ഇങ്ങനെ എന്ത് വരും, കുറെ എഴുത്ത് അല്ലെ, എന്താ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എറർ കാണിക്കും. അപ്പൊ എറർ കാണിക്കൽ എന്ത് വേണം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എവിടെയാ ഉണ്ടാവുക, ഹാർഡ് ഡിസ്കിലാണ് ഉണ്ടാവുക. അപ്പൊ ഇതൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ എഴുത്തെല്ലാം വരണമെങ്കിൽ എന്ത് വേണം, വേറെ ഏതോ ഒരു പ്രോഗ്രാം വേണ്ടേ. അപ്പൊ ആ പ്രോഗ്രാം ഈ മദർ ബോർഡിനകത്ത് തന്നെ ഈ ICയിൽ എഴുതിയിട്ട് ആര് വെച്ചിട്ടുണ്ടാവും, ഈ മാനുഫാക്ചർ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, അല്ലെങ്കിൽ ബയോസ് പ്രോഗ്രാം. അപ്പൊ നിങ്ങൾ മൈക്രോ കൺട്രോളറിനെ കിറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ കാണുന്നില്ലേ, VI മൈക്രോ എന്ന് പറഞ്ഞൊരു പേരിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം എന്താണ്, അതിനകത്തൊരു ICയിൽ ആ ഒരു പ്രോഗ്രാം അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ മദർ ബോർഡിന്റെ കമ്പനി എഴുതി വെച്ചിട്ടുള്ള പ്രോഗ്രാം ആണ് എന്ത്, ബയോസ്. അത് അവാർഡ് ഉണ്ട്, AM എന്ന 2 കമ്പനിയാണ് മെയിൻ ആയിട്ട് ആ പ്രോഗ്രാം എഴുതുന്നത്. ബയോസ് ചിപ്പ് സ്റ്റാൻഡ്സ് ഫോർ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ലെവൽ സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് ഓൺ PC. ഇത് മദർ ബോർഡിനകത്തിൽ ഏറ്റവും താഴത്തെ ലെവലിൽ വർക്ക് ചെയ്യുന്ന എന്താ ഒരു പ്രോഗ്രാമാണ്. It is responsible for configuring hard disk ports etc. It is stored in a non-volatile memory called ROM BIOS. അപ്പം നിങ്ങൾ നമുക്ക് ബയോസിൽ വേണമെങ്കിൽ പാസ്വേഡ് സെറ്റ് ചെയ്യാം. അപ്പൊ എന്താ സംഭവിക്കുക, നിങ്ങളെ കമ്പ്യൂട്ടർ ഓൺ ആവില്ല, വിൻഡോസ് പാസ്വേഡ് അല്ലേ, കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, ഒരു നീല സ്ക്രീനിൽ ഒരു പാസ്വേഡ് ചോദിക്കും. അപ്പൊ ആ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വിൻഡോസ് ലോഡ് ആവും. നിങ്ങൾക്ക് വേണമെങ്കിൽ വിൻഡോസിൽ എന്ത് ചെയ്യാം, പാസ്വേഡ് സെറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം സെറ്റ് ചെയ്ത പാസ്വേഡ് ആണ് എന്ത്, ബയോസ് പാസ്വേഡ്. അപ്പൊ ആ പാസ്വേഡ് എന്ത് ചെയ്യണം, നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പൊ അതെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്ന ഏതിലായിരിക്കും, ഈ CMOS ചിപ്പിലായിരിക്കും.
ആ പാസ്വേഡ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ടാണ് എന്ത് വേണമെന്ന് പറയുന്നത്, ബാറ്ററി വേണമെന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ആ ബാറ്ററി ഉള്ളത് കൊണ്ടാണ് ആ പാസ്വേഡ് അവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് കിടക്കുന്നത്. നിങ്ങൾ ബാറ്ററി ഉരി വെച്ച് കഴിഞ്ഞാലോ, കുറെ സമയം ഉരി വെച്ച് കഴിഞ്ഞാൽ ആ പാസ്വേഡ് എന്തായിപ്പോവും, റീസെറ്റ് ആയിപ്പോവും. നിങ്ങൾ ബയോസിലൊന്നും പാസ്വേഡ് സെറ്റ് ചെയ്തെങ്കിൽ നമ്മൾ എന്താ പണ്ട് കാലത്ത് ചെയ്യുക, ബാറ്ററി ഉരിക്കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുക, പാസ്വേഡ് എന്തായിപ്പോവും, റീസെറ്റ് ആയിപ്പോവും. അതായത് കമ്പ്യൂട്ടറിന് ചില ചെറിയ കോൺഫിഗറേഷൻ നമ്മൾ ലാബ് ചെയ്യുമ്പോൾ പഠിക്കും. അതെല്ലാം നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു മെമ്മറി കൂടിയാണ് എന്ത്, ഈ ബയോസ്. അപ്പൊ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യേണ്ട അടിസ്ഥാന പ്രോഗ്രാമെല്ലാം സ്റ്റോർ ചെയ്തിട്ടുള്ള, വിൻഡോസ് അല്ലാതെ അടിസ്ഥാന പ്രോഗ്രാമിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഈ ചെറിയ ഐ സി ആണെന്ത്, ബയോസ് ഐ സി. അതിന്റെ ഫുൾ ഫോം എന്താണ്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ഇത് ലോവസ്റ്റ് ലെവൽ പ്രോഗ്രാം അല്ല, ഓപ്പറേറ്റിംഗ് ഓൺ ദി പി സി ആണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹാർഡ് ഡിസ്കിനെല്ലാം കോൺഫിഗർ ചെയ്യുന്നത് അല്ല. ഇതൊരു നോൺ വോളറ്റൈൽ മെമ്മറിലാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വിൻഡോസ് ഉണ്ട്, നിങ്ങൾക്ക് ഇനി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യണം. ലിനക്സ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം എവിടെയാണ് പോകേണ്ടത്, F2 അല്ലെങ്കിൽ F10 സ്വിച്ച് പ്രസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിന്റെ ഈ ബയോസിലാണ് കയറുക. ബയോസ് കയറിയിട്ട് അതിന്റെ കോൺഫിഗറേഷൻ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഇൻസ്റ്റാൾ ചെയ്യുക, വിൻഡോസും ലിനക്സും എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മൾ ആരെ സഹായം തേടണം, ഈ ബയോസിന്റെ. അപ്പൊ നമുക്കത് F2 അല്ലെങ്കിൽ F10 സ്വിച്ച് അല്ലെങ്കിൽ ഡെൽ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബയോസിനകത്ത് ഈ പ്രോഗ്രാമത്തേക്ക് നമുക്ക് കയറിയിട്ട് ഇതിനെ എന്ത് ചെയ്യാം, കോൺഫിഗർ ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പൊ അതെല്ലാം നമുക്ക് ലാബ് ചെയ്യാൻ കേട്ടോ. അപ്പൊ ലാബിൽ നമുക്ക് ഇതെല്ലാം ശരിക്കും നോക്കാം. അപ്പൊ അടുത്ത നമ്മൾ എന്ത് പഠിച്ചു അല്ലെ, സ്ലോട്ട് പഠിച്ചു അല്ലെ, പ്രോസസറിന്റെ സ്ലോട്ട് പഠിച്ചു, ചിപ്പ് സെറ്റ് പഠിച്ചു മദർ ബോർഡിലെ. പിന്നെ മദർ ബോർഡിൽ എന്ത് പഠിക്കണം, എക്സ്പാൻഷൻ സ്ലോട്ട്. ഇതാണ് PCI എക്സ്പാൻഷൻ സ്ലോട്ട്. ഇതാണ് എന്ത്, PCI എക്സ്പ്രസ് അല്ലെ, ഗ്രാഫിക്സ് കാർഡിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇതാണ് നിങ്ങളെ ബയോസ് ഉണ്ട്, ബയോസ് ചിപ്പ്. അപ്പൊ അടുത്ത എക്സ്പാൻഷൻ സ്ലോട്ടാണ്. നിങ്ങൾ ആഡ് ഓൺ കാർഡ്സ്, അതായത് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് അല്ലെങ്കിൽ ലാൻ കാർഡ്, ഗ്രാഫിക് കാർഡ്, സൗണ്ട് കാർഡ്, TV ട്യൂണർ കാർഡ്, അതെല്ലാം ഇവിടെ ഇൻസേർട്ട് ചെയ്യാം, ഈ എക്സ്പാൻഷൻ സ്ലോട്ടിലാണ് ഇൻസേർട്ട് ചെയ്യുക. അപ്പൊ ഗ്രാഫിക് കാർഡ് എവിടെയാണ് ഇൻസേർട്ട് ചെയ്യുക, ബാക്കി TV ട്യൂണർ കാർഡിൽ എവിടെയാണ്, PCI സ്ലോട്ടിലാണ് ഇൻസേർട്ട് ചെയ്യുക. ഈ PCI സ്ലോട്ട് എന്താ, ഇറ്റ്സ് എ സ്ലോവർ ഇന്റർഫേസ് സ്ലോട്ട്, ഹെൻസ് ഗ്രാഫിക്സ് കാർഡ് ഇൻസേർട്ടഡ് ഇൻ ടു AGP സ്ലോട്ട്. ഇത് സ്ലോ ആയതുകൊണ്ട് ഗ്രാഫിക്സ് കാർഡ് ഇവിടെ തന്നെ ഇൻസേർട്ട് ചെയ്യണം, ഈ AGP സ്ലോട്ടിൽ തന്നെ എന്ത് ചെയ്യണം, ഇൻസേർട്ട് ചെയ്യണം. മനസ്സിലായി? അപ്പൊ എക്സ്ട്രാ എന്തെങ്കിലും കമ്പ്യൂട്ടറിന് ഫീച്ചർ വേണമെങ്കിൽ നിങ്ങൾക്ക് കാർഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ആ കാർഡ് ഇൻസേർട്ട് ചെയ്യേണ്ട സ്ലോട്ടാണ് ഈ എക്സ്പാൻഷൻ സ്ലോട്ട്സ്. അടുത്തത് എന്താ, മദർ ബോർഡ് ക്ലോക്ക്. അപ്പൊ നിങ്ങൾ അതിൽ ടൈമും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാബിൽ പോയിരിക്കും കാണിക്കുന്നില്ല, ഡേറ്റും ടൈമും എന്ത് ചെയ്യുന്നതിൽ കാണിക്കുന്നില്ല. പിന്നെ കറണ്ട് പോയി ഒരാഴ്ച, അടുത്ത ഒരാഴ്ച കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഡേറ്റും ടൈമും എന്തായിരിക്കും, കൃത്യമായിരിക്കും. അപ്പൊ അതെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിയൽ ടൈം ക്ലോക്ക് ഉണ്ട്, RTC. നമ്മുടെ വാച്ചിലെ ക്ലോക്ക് പോലെ IC തന്നെ, ഇതെന്താ റിയൽ ടൈം. ഇതിനകത്താണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഇത് വർക്ക് ചെയ്യാൻ എന്ത് വേണം, ഒരു ബാറ്ററി വേണ്ട. അതാണ് നിങ്ങളുടെ റൗണ്ട് ആയിട്ട് കാണുന്നത് CMOS ബാറ്ററി. അപ്പൊ മദർ ബോർഡ് ക്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, contains a real-time clock that keeps time in CMOS battery. Keeps time. CMOS battery powers the real-time clock as well as the CMOS memory and stores the CMOS. അതായത് ആ ബാറ്ററിയുടെ ജോലി എന്താ, ഈ റിയൽ ടൈം ക്ലോക്കിൽ സമയം മാഞ്ഞു പോവാതെ സൂക്ഷിക്കും. നിങ്ങൾ ഈ ബയോസിൽ എന്തെങ്കിലും കോൺഫിഗറേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഹാർഡ് ഡിസ്ക് CD ഡ്രൈവ് ഉപയോഗിക്കേണ്ട, ഡിസേബിൾ ചെയ്യണമെന്നൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ആ സെറ്റിംഗ്സ് അവിടെ സേവ് ചെയ്ത് കിടക്കണ്ടേ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ബാറ്ററിയാണ് എന്ത്, CMOS ബാറ്ററി. ഈ IC ആണ് നിങ്ങളെ ക്ലോക്കിൽ എന്ത് കീപ്പ് ചെയ്യുന്നത്, ടൈം കീപ്പ് ചെയ്യുന്നത്. ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് മദർ ബോർഡിന്റെ പിന്നിലെ സ്ലോട്ട്സ് അല്ലെ. അപ്പൊ മദർ ബോർഡ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിൻവശത്ത് ഈ സാധനം വന്നു. ഇതാണ് നിങ്ങളുടെ കീബോർഡ് മൗസും കണക്ട് ചെയ്യേണ്ട PS2 കണക്ടർ. ഇതാണ് നിങ്ങളെ മോണിറ്റർ കണക്ട് ചെയ്യേണ്ട VGA പോർട്ട്. ഞാൻ പഠിപ്പിച്ചില്ലേ, ഇതാണ് നിങ്ങളെ VGA പോർട്ട്. സോറി, ഇതാണ് VGA പോർട്ട് ഈ കാണുന്നത്. ഇതാണ് സീരിയൽ പോർട്ട് RS-232 സീരിയൽ. നിങ്ങൾ ചെറിയ ചെറിയ പ്രൊജക്ടർ കമ്പ്യൂട്ടറിലേക്ക് എന്തെങ്കിലും ഡാറ്റ കൊടുക്കണം, ചെറിയ സ്പീഡിൽ ഡാറ്റ കൊടുക്കണം, നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം, ഈ പോർട്ട് ഉപയോഗിക്കും. ഇതാണ് കമ്പ്യൂട്ടറിന്റെ സീരിയൽ പോർട്ട്. ഇത് വേണമെങ്കിൽ മൗസും കണക്ട് ചെയ്യാം. ഇതാണെന്ത് മോണിറ്റർ കണക്ട് ചെയ്യേണ്ട VGA പോർട്ട്. ഈ 4 എണ്ണാണെന്ത് USB പോർട്ട്. ഇതാണ് RJ45 അല്ലെ, സ്ലോട്ട് കണക്ടർ കണക്ട് ചെയ്യേണ്ട ലാനിന്റെ പോർട്ട്. അതായത് നെറ്റ്വർക്ക് എല്ലാം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ കണക്ട് ചെയ്യണമെങ്കിൽ ലാൻ ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന പോർട്ടാണ്, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോർട്ടാണ് ഈ കാണുന്നത്. ഇതാണ് നിങ്ങളെ സ്പീക്കറും മൈക്കും ലൈനിനും കണക്ട് ചെയ്യേണ്ട പോർട്ട്. ഇതിലൊന്ന് സ്പീക്കർ കണക്ട് ചെയ്യുക, ഒന്നിലോ നിങ്ങളെ മൈക്രോഫോൺ കണക്ട് ചെയ്യുക.
മറ്റേ ലൈനിന് വേറെ ഏതെങ്കിലും സിസ്റ്റത്തിൽ നിന്ന് വരുന്ന സൗണ്ട് റെക്കോർഡ് ചെയ്യാനൊക്കെ വേണമെങ്കിൽ അത് എന്ത് ചെയ്യാം ഇതിൽ കണക്ട്. ഇതാണ് എന്ത് കമ്പ്യൂട്ടറിന്റെ ബാക്ക് പാനൽ പോർട്സ്. ക്ലിയർ അല്ലേ?